ഇമ്മാനുവൽ മാർത്തോമ ഇടവകയുടെ കൺവെൻഷനിൽ കഴിഞ്ഞ 3 ദിവസം വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ 3 ദിവസം അനിശ്ചിതത്വം നിറഞ്ഞ ലോകത്തിൽ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി 3 ദിവസം. ഒന്നാമത്തെ രാത്രി ജോയ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അൺസർട്ടനിറ്റി, അതായത് അനിശ്ചിതത്വം നിറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാതെ ഒരു വിശ്വാസിക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, അതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ദിവസത്തെ വിഷയം. സങ്കീർത്തനം 16 നിന്ന് ഒരുമിച്ച് നാം ധ്യാനിച്ചു. നിത്യസന്തോഷത്തിൻ്റെ താക്കോലാണ് ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ എൻ്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്താതെ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. രണ്ടാമത്തെ രാത്രിയിൽ വിക്ടറി ഇൻ ടൈംസ് ഓഫ് അൺസർട്ടനിറ്റി, അതായത് അനിശ്ചിതത്വം നിറഞ്ഞ സമയത്ത് വിജയകരമായി എങ്ങനെ ജീവിക്കാമെന്നുള്ളത് ഗിദെയോൻ്റെ ജീവിതത്തിൽ നിന്ന് നാം ഒരുമിച്ച് ധ്യാനിച്ചു. ഗോഡ് വാണ്ട്സ് us to live in victory. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ദൈവം എനിക്കും നിങ്ങൾക്കും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. എന്നാൽ അതിന് ചില വ്യവസ്ഥകളുണ്ട്. ഗിദെയോൻ്റെ ജീവിതത്തിൽ ഈ ക്ഷീണിച്ച് ഒരു പക്ഷെങ്കിൽ മനസ്സ് മടുത്ത മനുഷ്യനെ നോക്കി അല്ലയോ പരാക്രമശാലിയെ എന്ന് ദൈവം അവനെ വിളിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഭീരുവിനെ ദൈവം ഒരു പരാക്രമശാലിയാക്കിയത്? അത് നാം രണ്ടാമത്തെ ദിവസം നാം ധ്യാനിച്ചു. മൂന്നാമത്തെ രാത്രി, ഇന്ന് രാത്രി നമ്മൾ അവസാനിപ്പിച്ചത് ഡിറക്ഷൻ ഇൻ ടൈംസ് ഓഫ് അൺസർട്ടനിറ്റി. ദിശാബോധം നഷ്ടപ്പെട്ടു പോകുന്ന ചില സന്ദർഭങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യോശുവയും ഇസ്രായേൽ മക്കളും യോർദാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാഞ്ഞ സമയത്ത് ദൈവം വന്ന് അവരോട് പറഞ്ഞു, എങ്ങോട്ട് പോകണം എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നാൽ അതിന് ചില വ്യവസ്ഥകൾ. എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്? അനിശ്ചിതത്വം നിറഞ്ഞ ലോകത്തിൽ വളരെ നിശ്ചയത്തോടെ, ഉറപ്പോടെ ദൈവം എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ ജീവിക്കാൻ ദൈവം എനിക്കും നിങ്ങൾക്കും കൃപ തരും. ഈ കാലത്ത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ വിശ്വാസികളായ ഞാനും നിങ്ങളും ഒരുക്കത്തോടെ, ഉദ്ദേശശുദ്ധിയോടെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പണിയുവാൻ. ഇന്ന് നമ്മൾ അവസാനം ധ്യാനിച്ചത് പെട്ടകം ചുമന്നുകൊണ്ട് നിന്നാൽ അനേകരപ്പുറം കടന്ന് കാണുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും അവസരം തരും. അതാണ് ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട അരുൺ അച്ഛൻ, അനീഷ് അച്ഛൻ, ഇടവകയുടെ സെക്രട്ടറി സുധീഷ് ചാൻ, ഈ കൺവെൻഷൻ്റെ കൺവീനേഴ്സ്, വളരെ മനോഹരമായി നമുക്ക് ഗാനങ്ങൾ ഇന്ന് രാത്രി ആലപിച്ച ക്വയർ, വന്നുകൂടിയ ദൈവജനമേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കട്ടെ. ഈ ദേശത്ത് കർത്താവിൻ്റെ വചനവുമായി എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവ് തന്ന വലിയ കൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ അനിശ്ചിതത്വം നിറഞ്ഞ ലോകത്ത് നമ്മുടെ ഏക ഉറപ്പിനെക്കുറിച്ച് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. Our only hope in times of uncertainty. അതായിരിക്കും നമ്മുടെ അടുത്ത 3 ദിവസത്തെ നമ്മുടെ തിരുവചന ധ്യാനം.
നാം ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, ഒരുപക്ഷെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പ്രയാസമുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ദ സിംറ്റംസ് വർ ലിറ്റിൽ മോർ ലൗഡ്. ഇപ്പോൾ കുറച്ച് ആശ്വാസമൊക്കെ ലഭിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എങ്കിലും ആകത്തുകയൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്ക എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ വരുന്ന 3 ദിവസങ്ങളിൽ നമുക്കുള്ള ഉറപ്പ് എന്താണ്? ദൈവമക്കൾക്ക് എന്താണ് ഗ്യാരണ്ടി? ആ നങ്കൂരത്തിൽ നമുക്ക് എങ്ങനെ ഉറയ്ക്കാം എന്നുള്ള വിഷയത്തിൽ നാം ധ്യാനിക്കുന്നതായിരിക്കും. അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ കൂടി വരവ് നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം വരുത്തണം എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവമക്കൾ എല്ലാ ദിവസവും വന്നു ചേരണം. ഇന്ന് കൺവെൻഷനുകൾക്ക് കുറവൊന്നുമില്ല എന്നെനിക്കറിയാം, പ്രസംഗങ്ങൾക്കും കുറവൊന്നുമില്ല. ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് പ്രസംഗവും ആവശ്യത്തിൽ കൂടുതൽ ദൈവവചനവും കേൾക്കാനുള്ള അവസരം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് ജീവിതത്തിൽ രൂപാന്തരം വരിക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. Our lives need to be transformed in the light of God's word. അതുകൊണ്ട് കൂടി വരുന്ന ദൈവമക്കൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, കർത്താവേ ഇന്ന് അടിയനോട് സംസാരിക്കണം, ജീവിതത്തെ മാറ്റിമറിക്കണം. ഇപ്പോൾ നമ്മൾ പാടി കേട്ടതുപോലെ കർത്താവിൻ്റെ വരവിങ്കൽ ഒരുക്കമുള്ളവരായിരിക്കണം നാം. ഇവിടെ കൂടി വന്നിരിക്കുന്നവര് തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷണൽ മെസ്സേജ് ഒന്നും കേൾക്കാൻ വന്നവരല്ല. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവവചനം നാം കേൾക്കുമ്പോൾ അതിനനുസരിച്ച് പ്രതികരിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് ആദ്യത്തെ രാത്രിയിൽ ജോയ് ഇൻ ടൈംസ് ഓഫ് അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം നിറഞ്ഞ കാലത്ത് സന്തോഷത്തോടെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് ഇന്ന് രാത്രി നാം ധ്യാനിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ നിങ്ങളുടെ എല്ലാം ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളെ തന്നെ ഇപ്പൊ കാണിച്ചാറുണ്ടല്ലോ. നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ചിരിക്കുന്നില്ല എന്നുള്ള ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കും. കാരണം എവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ഭക്തിയും തമ്മിൽ ഓപ്പോസിറ്റ്സ് ആണ് ചിന്തിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. The godly cannot be happy, joyful. അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ദാനമാണ്. And the joy is not dependent on the circumstances that we live in. ഞാൻ ഏത് കാലത്ത് ജീവിച്ചാലും, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, I have spoken these things so that your joy might be complete. നിങ്ങളുടെ സന്തോഷത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാ ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കും. പണ്ട് കാലത്ത് ഉണർവ് എവിടെയെങ്കിലും നടന്നാൽ, എവിടെയെങ്കിലും കാര്യമായ ഒരു ഉണർവിന്റെ അനുഭവം ഉണ്ടായ റിപ്പോർട്ടേഴ്സ് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: പീപ്പിൾ were caught up with a strange joy. അതിശയകരമായ ഒരു സന്തോഷം കൊണ്ട് ആളുകൾ നിറഞ്ഞിരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിൾ അറിയാത്ത, കർത്താവിനെ അറിയാത്ത റിപ്പോർട്ടേഴ്സ് എഴുതുന്നതാണ്. ദൈവമക്കളുടെ ഇടയിൽ ഒരു ഉണർവിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ they are caught up with a strange joy. ദൈവമക്കൾ സന്തോഷം കൊണ്ട് നിറയപ്പെട്ടവരായിരിക്കണം നമ്മുടെ അനുഭവങ്ങൾ ഏത് വിധേനയാണെങ്കിലും. അതുകൊണ്ട് ഇന്ന് നാം ആധാരമായി ചിന്തിക്കാൻ പോകുന്ന ഭാഗം സങ്കീർത്തനം 16, Psalm 16. ഒരുപക്ഷെങ്കിൽ ഇതിന് തലക്കെട്ട് കൊടുക്കാം, The keys of eternal joy. നിത്യ സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ ഇതിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. ഒരുമിച്ച് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പലർക്കും ഇത് കാണാപ്പാഠം അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും എല്ലാവരുടെയും ബെനിഫിറ്റിന് വേണ്ടി സങ്കീർത്തനം 16 ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തവാനിയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവ ആകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവേ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു.
ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡം നിർഭയമായി വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനം എത്ര മനോഹരം! ഞങ്ങളുടെ ജീവിതത്തിന് ശക്തി പകരുന്ന ദൈവത്തിൻ്റെ വചനം, ചുറ്റികയാകുന്ന ദൈവത്തിൻ്റെ വചനം, പാറയെ അടിക്കുവാനും തകർക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം. കർത്താവേ, ഇന്ന് ഈ വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ ഇരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവേ, ഭാരം കൊണ്ട് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ ഇവിടെ നിന്ന് മടക്കി അയക്കണമേ. കർത്താവേ, സന്തോഷത്തിൻ്റെ പരിപൂർണത ലോകത്തിലല്ല, അങ്ങിലാണല്ലോ ഞങ്ങൾ കാണുന്നത്. ആ സന്തോഷത്തോടെ ഇവിടുന്ന് ഞങ്ങളെ മടക്കി അയക്കണമേ. കർത്താവേ, വേദനയോടെ വന്നവരുണ്ട്. കർത്താവെ, ഒരു പക്ഷെങ്കിൽ പുറത്ത് ചിരിക്കുന്നുണ്ടെങ്കിലും അകത്ത് കരയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ വചനം അയച്ച് നിന്റെ മക്കളെ ഇന്ന് രാത്രി സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയൻ കർത്താവെ നിന്റെ വചനത്തിൻ്റെ മറവിൽ നിൽക്കുകയാണ്. അങ്ങ് ക്രൂശിന്റെ മറവിൽ അടിയനെ കർത്താവ് മറച്ച് ജനത്തെ അനുഗ്രഹിച്ച് ഇന്ന് പറഞ്ഞയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. സാധാരണ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പാട്ട് പാടുന്നതിന് മുമ്പ് പലപ്പോഴും ചോദിക്കുന്ന ഒരു റെറ്ററിക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ന് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. അത് ചോദിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാം? ഈ ഇരിപ്പ് കാണുമ്പം വേർഷിപ്പ് ലീഡ് ചെയ്യുന്നവർക്കുള്ള ബുദ്ധിമുട്ട് കാരണം ചോദിക്കുന്നത് അല്ല, നിങ്ങളുടെ സന്തോഷം എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്നും ചോദിക്കുന്നതല്ല. ബസ്സിൽ പിടിച്ചിരിക്കുന്നവരൊക്കെ ഒന്ന് ചിരിക്കാൻ വേണ്ടി ചോദിക്കുന്ന സാധാരണ ഒരു ചോദ്യം. എന്നാൽ പലപ്പോഴും നമ്മുടെ സന്തോഷത്തിന്റെ പ്രത്യേകത, a joy is dependent on our circumstances. നമ്മുടെ സന്ദർഭങ്ങൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലാണ് നമ്മുടെ സന്തോഷം. ഒരു പക്ഷെങ്കിൽ എല്ലാം നന്നായി പോകുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കളിയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവര് കളി കാണുമ്പോൾ നമ്മുടെ ഇഷ്ടപ്പെടുന്ന ടീം ജയിക്കുമ്പോൾ സന്തോഷം, അവർ തോൽക്കുമ്പോൾ സന്തോഷം നഷ്ടപ്പെടുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് കയറുമ്പോൾ സന്തോഷം, താഴേക്ക് പോകുമ്പോൾ സന്തോഷം നഷ്ടപ്പെടുന്നു. ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുമ്പോൾ സന്തോഷം, ആ വർഷം പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ സന്തോഷം നഷ്ടപ്പെടും. ലോകത്തിലുള്ള എല്ലാ സന്തോഷങ്ങളുടെ പ്രത്യേകത ഇതാണ്, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ സർക്കംസ്റ്റാൻസ്. അതുപോലാണ് ലോകം തരുന്ന സന്തോഷം. എന്നാൽ ദൈവം നൽകുന്ന നിത്യമായ സന്തോഷത്തിന്റെ പ്രത്യേകത കാരാഗ്രഹത്തിൽ ഇരുന്ന് പാടാനുള്ള കൃപ. അത് നിത്യസന്തോഷത്തിന്റെ പ്രത്യേകത. അത് ലോകക്കാർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ബുദ്ധിയെ കവിയുന്ന സമാധാനം എന്നൊക്കെ വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. എന്നാൽ ദൈവമക്കൾക്ക് എല്ലാം ദൈവം വെച്ചിരിക്കുന്ന ഒരു ഓഹരിയാണ് ഇറ്റേണൽ ജോയ്, നിത്യമായ സന്തോഷം. ഈ സന്തോഷത്തിന്റെ പ്രത്യേകത ദൈവമക്കൾക്ക് സന്തോഷത്തിന്റെ പരിപൂർണത ഉണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരിപൂർണത, ദ ഫുൾനെസ് ഓഫ് ജോയ്. ഈ ഭാഗം അവസാനിക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണത, ദ ഫുൾനെസ് ഓഫ് ജോയ്, നിന്റെ വലത്ത് ഭാഗത്ത് പ്രമോദങ്ങളും ഉണ്ട്. എന്തുകൊണ്ടാണ് ദൈവമക്കൾ ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാത്തത്? അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. Why is it that we call ourselves Christians and yet we lack the joy that God has promised? കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്, വാഗ്ദത്തം തന്നിരിക്കുക. പക്ഷെ എന്തുകൊണ്ടോ ആ സന്തോഷത്തിന്റെ പരിപൂർണത നമുക്കില്ല. ദൈവം ഇങ്ങനെ ഓഫർ ചെയ്തിരിക്കുക സന്തോഷത്തിന്റെ പരിപൂർണത, നമുക്കത് എടുക്കാൻ ഒക്കില്ല. എന്താണ് നിത്യ സന്തോഷത്തിന്റെ താക്കോൽ എന്നുള്ളതാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്, ഈ വാക്യങ്ങളെല്ലാം പെട്ടെന്നൊന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, നിത്യ സന്തോഷത്തിന്റെ താക്കോൽ ഇപ്രകാരം പറയുന്നു, യഹോവേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഒന്നാമത്തെ താക്കോൽ എന്ന് പറയുന്നത് ദൈവമായിരിക്കണം നമ്മുടെ സുരക്ഷിതമായ സങ്കേതം. ഗോഡ് ഷുഡ് ബി അവർ ഫോർട്രസ്. അതാണ് ഒന്നാമത്തെ താക്കോൽ. അപ്പൊ നമ്മൾ ചിന്തിക്കും,
ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞാൽ, നമ്മൾ രാവിലെ ഓഫീസിലേക്ക് പോയപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലെ ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ ഇന്ന് ഞങ്ങളെ കാക്കണമേ. അങ്ങനത്തെ ഒരു പ്രാർത്ഥനയല്ലത്. ഇന്ന് രാവിലെ നിങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ ചിലപ്പോൾ കാരണത്ത് കയറി പ്രാർത്ഥിച്ചു കാണും അല്ലേ, കർത്താവേ ഞങ്ങളെ ഇന്ന് കാക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാക്കണമേ. അങ്ങനത്തെ പ്രാർത്ഥനയല്ലത്. എന്തിൽ നിന്നാ കാക്കണ്ടേ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയുടെ ആഴം എത്ര വലുതാണെന്ന് മനസ്സിലാവും. അത് മനസ്സിലാക്കണമെങ്കിൽ 10ാമത്തെ വാക്യം വായിക്കണം. 10ാമത്തെ വാക്യത്തിൽ എന്തിൽ നിന്ന് കാക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. 10ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ. അപ്പൊ എന്തിൽ നിന്ന് കാക്കണമെന്നാ പ്രാർത്ഥിക്കുന്നത്? പറഞ്ഞോ, എന്തിൽ നിന്ന് കാക്കണമെന്നാ പ്രാർത്ഥിക്കുന്നത്? മരണത്തിൽ നിന്ന്. ഇത് ഈ സങ്കീർത്തനത്തിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, ദാവീദിന്റെ ഒരു സുവർണ സങ്കീർത്തനം, ഗോൾഡൻ വിക്ടിം ഓഫ് ഡേവിഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ദാവീദ് തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? കരച്ചിലിന്റെ നിലവിളിയുമായിട്ടാണ് തുടങ്ങുന്നത്. കർത്താവേ എന്നെ കാത്തുകൊള്ളണമേ. എന്തിൽ നിന്നാ? മരണത്തിൽ നിന്ന്. ശൗലും തന്റെ സൈന്യവും മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാവപ്പെട്ട ആട്ടിടയനെ. എപ്പോഴാ ജീവൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് നിലവിളിക്കുക. പക്ഷെ ഈ സങ്കീർത്തനത്തിന്റെ മഹത്വം എവിടാന്നറിയാമോ? തുടങ്ങുന്നത് വലിയ കരച്ചിലിന്റെ ശബ്ദത്തിലാണെങ്കിലും അവസാനിക്കുന്നത് സ്തോത്രത്തിന്റെ വലിയ ഒരു യാഗവുമായ. ശ്രദ്ധിച്ചോ നിങ്ങൾ? കർത്താവെ എന്നെ കാത്തുകൊള്ളണമേ എന്നുള്ള വലിയ നിലവിളി അവസാനിക്കുന്നത് നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണത. എന്ന് വെച്ചാൽ ദൈവമക്കൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് പറഞ്ഞൊന്നും അല്ല എഴുന്നേൽക്കുന്നത്. ചില ദിവസം കരഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. ചില ദിവസം രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ കണ്ണീര് തലയണം മുഴുവൻ മുക്കിക്കിടന്നാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. പക്ഷെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, സന്ധ്യയെങ്കിൽ വിലാപം വന്ന് കയറിയാലും ഉഷസ്സിൽ സന്തോഷത്തിന്റെ പരിപൂർണത നൽകുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നാം ധ്യാനിച്ച് ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ ഒരു പ്രസംഗം കേട്ടിട്ട് പോകാനല്ല, ഈ സന്തോഷത്തിന്റെ പരിപൂർണത അനുഭവിച്ചുകൊണ്ട് പോകണം. താക്കോലുണ്ട്, എല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് പോകാനല്ല, അത് ജീവിതത്തിൽ സന്തോഷത്തിന്റെ പരിപൂർണത നൽകുന്ന അനുഭവത്തിൽ ഇവിടുന്ന് കടന്നു പോകാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. ഒന്നാമത്തെ രഹസ്യം, God should be your safest refuge. ദൈവമായിരിക്കണം നമ്മുടെ സുരക്ഷിതമായ സങ്കേതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരും പല കോട്ടകൾ പണിത് ഇന്നൊരു സ്വഭാവമുണ്ട് നമുക്ക്. കാരണം സുരക്ഷിതമായി ജീവിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. വി ഓൾ ലൈക്ക് ടു ബിൽഡ് അവർ ഓൺ ഫോർട്രസസ്. കാരണം സുരക്ഷിതമായി ജീവിക്കാൻ നാം ആഗ്രഹിക്കുന്നു. തെറ്റൊന്നുമില്ല. അതിനാണ് ദൈവം നമുക്ക് കായികമായ ബലം തന്നിരിക്കുന്നത്, മനസ്സിന് ബുദ്ധി തന്നിരിക്കുന്നത്. ഇതിനൊക്കെ കാരണം നമ്മളെല്ലാം വി ലൈക്ക് ടു ബിൽഡ് സെക്യൂരിറ്റി, അല്ലേ? തെറ്റാന്ന് ഞാൻ പറയുന്നു. പക്ഷെ ഈ കോട്ടകൾ തകരാൻ ഒരു നിമിഷം മതി. ആ റിയാലിറ്റിയിൽ ദൈവമക്കൾ ജീവിക്കണം. കോട്ടകൾ പണിയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് പണിയുമ്പോൾ അത് തകരാൻ ഒരു നിമിഷം മതി എന്നുള്ള ബോധ്യത്തിൽ വേണം എല്ലാ ദിവസവും ജീവിക്കാൻ. ഉദാഹരണം പറഞ്ഞാൽ, കോൺക്രീറ്റ് കൊണ്ട് വലിയ കോട്ട കെട്ടാം, നല്ല കാര്യമാണ്, ദൈവം തന്നിട്ടുണ്ടെങ്കിൽ കെട്ടണം. പക്ഷെങ്കിൽ ആ കോൺക്രീറ്റ് കെട്ടിടത്തിനകത്തോട്ട് മരണദൂതൻ കടന്നു വരാനേ ഒരു നിമിഷം മതി. അത് ഓർത്തോണം. കോൺക്രീറ്റ് കോട്ട കെട്ടിയത് കൊണ്ട് സെക്യൂർ ആകുന്നില്ല, അത് ഇടിഞ്ഞു വീഴാൻ ഒരു നിമിഷം മതി. ഒരു നിമിഷം. ചിലരാണെങ്കിൽ പണം കൊണ്ട് കോട്ട കിട്ടും. തെറ്റൊന്നുമില്ല, ദൈവം പണം ഉണ്ടാക്കാൻ മനുഷ്യർക്കെല്ലാം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. എന്നാൽ ആശ്രയം അതിനകത്താണെങ്കിൽ ആ കോട്ട തകരാൻ ഒരു നിമിഷം മതി. ഒറ്റ നിമിഷം ആ കോട്ട തകർന്നു പോകും. ചിലർ ആരോഗ്യം എന്ന കോട്ട കിട്ടും, ഇല്ലേ? ഷുഗർ കഴിക്കത്തില്ല, ഗ്ലൂട്ടൻ കഴിക്കത്തില്ല, ലാക്ടോസ് കുടിക്കത്തില്ല. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, പിന്നെ എന്തിനാ ചായ കുടിക്കുന്നത്? വളരെ കെയർഫുൾ ആണ്, നല്ലതാണ് കേട്ടോ. യു ഷുഡ് ബി കെയർഫുൾ. രാവിലെ ജിമ്മിൽ പോകും, വൈകുന്നേരം 10,000 സ്റ്റെപ്പ് നടക്കും. ഓൾ ഗുഡ്. നമ്മൾ ദൈവം തന്നിരിക്കുന്ന ശരീരം സൂക്ഷിക്കണം. പക്ഷെ ഇത് തകരാൻ ഒരു നിമിഷം മതി. ഇന്നലത്തെ പേപ്പർ ഞാൻ വായിച്ചിട്ടാണ് കയറിയത്. 38 വയസ്സുകാരനായ കാർഡിയാക് സർജൻ സ്പെഷ്യലിസ്റ്റ് കാർഡിയാക് അറസ്റ്റിൽ മരിച്ചുപോയത്. അതെന്തോ പരിപാടി? രാവിലെ തൊട്ട് പുള്ളി കൊടുക്കുന്ന എന്തോന്നറിയാമോ? നിങ്ങൾ ഇങ്ങനെ കഴിക്കരുത്, ഇങ്ങനെ സൂക്ഷിക്കണം.
38 വയസ്സ്. ആ കോട്ട തകരാൻ 1 സെക്കൻഡ് മതി, അറിയാമോ? ഡോക്ടർ ഒന്ന് വിളിച്ചിട്ട് പറയണം, റിപ്പോർട്ട് റെഡി. എന്തുകൊണ്ട് ഡോക്ടറെ? ഫോണിൽ കൂടെ പറയാനൊക്കത്തില്ല, നേരിട്ട് വന്ന് കണ്ടാൽ പറയാം. തീർന്നേ. 1 സെക്കൻഡ് മതി കോട്ട തകരാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം പണിയുന്ന സകല കോട്ടകളും തകരാൻ 1 നിമിഷം. എന്നാൽ തകരാത്തൊരു കോട്ട ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയട്ടെ. കുഞ്ഞാടിന്റെ രക്തക്കോട്ട. ഏത് സമയത്തും നിലനിൽക്കുന്ന ഏക കോട്ടയാണ് കുഞ്ഞാടിന്റെ രക്തക്കോട്ട. അതിനകത്ത് കടന്നവൻ സുരക്ഷിതമാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. What is the key of eternal joy? God should be your safest refuge. ദൈവമായിരിക്കണം എൻ്റെ സുരക്ഷിതമായ സങ്കേതം. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് ചിന്തിക്കണം, എന്താണ് ഇന്ന് എൻ്റെ കോട്ട? വാട്ട് ഈസ് മൈ ഫോർട്രസ്? അത് ദൈവമല്ലാതെ എന്തെങ്കിലും ആണെങ്കിൽ ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവേ, കുഞ്ഞാടിന്റെ രക്തക്കോട്ടയ്ക്കകത്ത് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ മാത്രമേ ഉള്ളൂ സുരക്ഷിതത്വം. That's the only place that will never fail. എന്നാൽ അനേകർ എല്ലാ തരത്തിലുള്ള കോട്ടകളും കിട്ടുന്നുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ അവർ വിട്ടുപോകുന്നത് കുഞ്ഞാടിന്റെ രക്തക്കോട്ടയ്ക്കകത്ത് പ്രവേശിക്കാൻ. They have the security of the world. They do not have the security of eternity. നിത്യതയുടെ ഉറപ്പില്ല. എന്നാൽ ഈ ലോകത്തിൽ കെട്ടാവുന്ന കോട്ടകൾ സകലവും കിട്ടുന്ന ഒരു അനുഭവം. ഇന്ന് പ്രിയമുള്ളവരെ, ആ 38 വയസ്സുകാരന് സംഭവിച്ചത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചാലോ? എവിടാണ് നമ്മുടെ ഉറപ്പ്? Where is your security? ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഉറപ്പ് വരുത്താൻ വേണ്ടി പറയുന്നതാണ്. Where is your security? എവിടാണ് നമ്മുടെ കോട്ട? ഞാന് ഈ കഴിഞ്ഞിടയ്ക്ക് ഹൈദരാബാദിൽ ഒരു കൺവെൻഷന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൺവെൻഷന് ഇതുപോലെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്നാമത്തെ രാത്രി എന്തുകൊണ്ടോ വിഷയം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു അവരോട്. ഇന്ന് നിങ്ങളുടെ അവസാന ദിവസമെങ്കിൽ നിങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കുന്നതിനെ കുറിച്ച് ഉറപ്പുണ്ടോ? അപ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും ചിരിയൊക്കെ മാറി എന്നെ ഇങ്ങനെ കൂർത്തൊക്കെ നോക്കാൻ തുടങ്ങി. ഈ ചെറുപ്പക്കാരൻ എന്തോ ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുന്നത്, ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹമില്ല എന്നുള്ള മട്ടിൽ. എന്തുകൊണ്ടാണ് ചോദിച്ചതെന്ന് എനിക്ക് പറഞ്ഞുകൂടാ, പക്ഷെ ഞാൻ ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ക്രിസ്തു യേശു എന്ന കോട്ടയ്ക്കകത്ത് പ്രവേശിക്കാതെ ഈ ഉറപ്പ് ഒരു മനുഷ്യന് ലഭിക്കത്തില്ല. ലോകത്തിന് ഈ ഉറപ്പ് തരാനൊക്കത്തില്ല. കാരണം കണ്ണടയുമ്പോൾ അപ്പുറത്ത് എന്ത് നിൽക്കുന്നു എന്ന് ലോകത്തിന് അറിഞ്ഞുകൂടാ, ദൈവമക്കൾക്ക് അറിയാം. എന്തായി തീരും? എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇന്നാകുന്നു പ്രിയമുള്ളവരെ രക്ഷാ ദിവസം. സാധാരണ 3-ാമത്തെ ദിവസമാണല്ലോ നമ്മൾ ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എങ്ങനെ റെഡിയാക്കുന്ന. 3rd ഡേ, 1-ാമത്തെ രാത്രി പറഞ്ഞു. പിന്നെ എന്റെ വിഷയത്തിലേക്ക് കടന്നു. 2-ാമത്തെ രാത്രിയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു കൊമോഷൻ. ഈ പ്രസംഗിക്കുന്നവർക്ക് ഈ ഓഡിയൻസിനിടയിൽ കൊമോഷൻ ഉണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ കേട്ടോ. കേൾക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തില്ല, പക്ഷെ പ്രസംഗിക്കുന്നവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയൊരു കൊമോഷൻ മതി പ്രസംഗിക്കുന്നവന്റെ പ്രസംഗം പോകാൻ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഓരോരുത്തരായി എഴുന്നേറ്റ് പോകും. അപ്പൊ ഞാൻ ഓർത്ത്, ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ബുദ്ധിമുട്ടോ വിഷമം കാരണമാണോ ഇറങ്ങിപ്പോകുന്നതെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ഒട്ടുമുക്കാൽ എല്ലാവരും ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനും ഇറങ്ങിപ്പോയി. അപ്പൊ എന്റെ പ്രയാസം ഒന്ന് ഓർത്ത് നോക്കി. പിന്നെ എങ്ങനെയോ ഞാൻ പ്രസംഗിച്ച് തീർത്തു. എങ്ങനെയോ പ്രസംഗിച്ച് തീരാൻ നേരം അച്ഛൻ തിരിച്ച് കടന്നു വന്നു. അച്ഛൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ധാരധാരയായി ഒഴുകുന്നു. അച്ഛൻ മൈക്ക് എടുത്തു. അച്ഛൻ്റെ വായിൽ നിന്ന് വാക്കുകളൊന്നും പുറത്തു വരുന്നില്ല. അച്ഛൻ പറഞ്ഞു, ഇന്നലെ വൈകിട്ട് ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറഞ്ഞു, ദൂത് എൻ്റെ അകത്ത് കൊണ്ടു, ശക്തമായി കൊണ്ടു. അച്ഛാ, നാളെ ഞാൻ വരും കേട്ടോ. ആ ചെറുപ്പക്കാരൻ ഇന്ന് മീറ്റിങ്ങിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഇന്നിവിടെ ഇല്ല. അപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇനി ഈ 3-ാമത്തെ രാത്രി വരെ കാത്തിരിക്കുന്ന പരിപാടിയൊന്നുമില്ല.
എല്ലാവർക്കും ആഹ്വാനം കൊടുത്തേച്ചേ പോകത്തുള്ളൂ ഒന്നാമത്തെ രാത്രി. കോട്ടയ്ക്കകത്ത് കയറിയിട്ടുണ്ടോ ഇല്ലയോ? See, the only question you have to answer in the light of eternity, നിത്യതയുടെ വെളിച്ചത്തിൽ ഞാനും നിങ്ങളും ഉത്തരം കൊടുക്കേണ്ട ഏക ചോദ്യം ഇതാ: അകത്താണോ പുറത്താണോ? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ നോഹയുടെ കാലം പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ വരവെന്ന് എഴുതിയിരിക്കുന്നത്. ഈ നോഹയുടെ കാലത്ത് സംഭവിച്ചത് നിങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നോഹ 100-120 വർഷത്തോളം പ്രസംഗിച്ചപ്പോൾ വലിയൊരു പെട്ടകം പണിതെന്നാണ് പറയുന്നത്. ഹ്യൂജ്, കന്നുകാലികൾക്കും മൃഗജാതിക്കും എല്ലാം കയറി വരുവാനുള്ള. തനിയെ പണിത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. താനും തന്റെ മക്കളും, അതുപോലെ തന്നെ ഇത് ഷിപ്പ് കമ്പനിക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ കുറെ പേര് കൂടിയിട്ടുമുണ്ട്, യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഇത് നടക്കുന്ന കാര്യമല്ല. അപ്പം കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, പ്ലാനേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇതെല്ലാം പണിത് കഴിഞ്ഞപ്പോഴേ സമയമായപ്പോൾ പെട്ടകത്തിനകത്ത് കയറി എത്ര പേരാ? 8 പേര്. ബാക്കിയുള്ളവരോട് പോയി. പണിയാനുണ്ടായിരുന്നു, കമ്മിറ്റിയിലുണ്ടായിരുന്നു, പ്ലാനിങ്ങിനകത്തുണ്ടായിരുന്നു, കാർപ്പൻട്രിക്കകത്തുണ്ടായിരുന്നു, അഭിപ്രായം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. സമയമായപ്പോൾ പെട്ടകത്തിലില്ല. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട പ്രിയമുള്ളവരെ, സ്നേഹത്തോടെ ഒരു കാര്യം ഞാൻ പറയാം. യു ക്യാൻ ബി ഇൻ ദ വിസിനിറ്റി ബട്ട് നോട്ട് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ചുറ്റും നമുക്ക് നിൽക്കാം, അകത്ത് പ്രവേശിക്കാതെ പോയാൽ ഈ കോട്ടയ്ക്ക് അകത്താന്നുള്ള ഉറപ്പോടെ വേണം ഇന്ന് പോകാൻ. നിത്യ സന്തോഷത്തിന്റെ ഒന്നാമത്തെ താക്കോല ഞാൻ പറഞ്ഞത്. എനിക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെട്ടകം തുറക്കപ്പെട്ടു, കാൽവറി ക്രൂശിൽ. അതിനകത്ത് കയറിയവനെല്ലാം സുരക്ഷിതമാണ്. ഇന്ന് ആയുസ് പോയാൽ യു ആർ സ്റ്റിൽ സേഫ്. കാരണം പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, വിട്ടുപിരിഞ്ഞ് ഞാൻ ഇന്ന് ക്രിസ്തുവിനോട് കൂടെ. പ്രായം കുറഞ്ഞവരും പ്രായം കൂടിയവരോടും ഇന്ന് രാത്രി ഞാനൊന്ന് ആഹ്വാനം ചെയ്യാം. ഉറപ്പുണ്ടോ പെട്ടകത്തിനകത്താണ്? Are you sure you are in the ark? എവിടാണ് നമ്മുടെ സന്തോഷത്തിന്റെ പരിപൂർണത? ഒന്നാമത്തെ താക്കോൽ, സുരക്ഷിതമായ സങ്കേതം ക്രിസ്തു. God should be my safest refuge. ബാക്കി എല്ലാ കോട്ടകളും, ഞാൻ പറയുന്നത് ഒന്നൊഴിയാതെ എല്ലാ കോട്ടകളും ഒരു ദിവസം തകരും. തകരാത്ത ഏക കോട്ട കുഞ്ഞാടിന്റെ രക്തക്കോട്ട. അവിടെ ദാവീദ് പറയാ, കർത്താവേ ഞാൻ ഭയക്കുന്നു. ഈ മരണത്തെ ഭയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? മരണത്തെ ഭയമില്ല. നമ്മളെല്ലാം പറയും നമുക്ക് ഭയമൊന്നുമില്ല. ചിലരൊക്കെ പറയും ചുമ്മാതാ. ദൈവഭക്തനായ ദാവീദ് കർത്താവിന്റെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാ പേടിക്കുന്നത്. മരണഭയം എല്ലാരെയും പിടിക്കും, ഇല്ലയോ? എല്ലാരെയും പിടിക്കും, എവിടെയെങ്കിലും ഒക്കെ വെച്ച് പിടിക്കും. നമ്മൾ ചിന്തിക്കുന്നത് ഈ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് നമുക്ക് ഭയം. ആത്യന്തികമായ ഭയം മരണഭയം. പണം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. വാട്ട് ഈസ് ദി അൾട്ടിമേറ്റ് ഫിയർ? അൾട്ടിമേറ്റ് ഫിയർ എന്ന് പറയുന്നത് മരണം ഭയം. ആരാണ്ട് ഇപ്രകാരം പറഞ്ഞു, ഇപ്പം മഴ പെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, മഴ പെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കുട കൊണ്ടുവരും, ഇല്ലേ? മരണം വരുമെന്നുള്ള ഉറപ്പുള്ളവരാണ് ഇവരെല്ലാം ഇവിടെ ഇരിക്കുന്നത്. മരണം എന്തെങ്കിലും വരുമെന്നുള്ള ഉറപ്പാണ്. ആരെങ്കിലും ശവപ്പെട്ടി വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടോ? മരിക്കുമെന്ന് ഉറപ്പില്ലേ? ഇപ്പൊ വാങ്ങിച്ചാൽ ഇഷ്ടമുള്ള കളറും മോഡലും ഒക്കെ ചൂസ് ചെയ്തു ആരെങ്കിലും വാങ്ങിക്കൂ? കാരണം കാര്യത്തോടെ അടുക്കുമ്പോ അത്ര പെട്ടെന്നൊന്നും പോകാൻ ആർക്കും ആഗ്രഹം. ശരിയാണ്, ആരെയും മരണഭയം കയറി പിടിക്കും, സംശയമൊന്നും വേണ്ട. ദാവീദ് ഉൾപ്പെടെ, ഭക്തന്മാർ ഉൾപ്പെടെ, ഏലിയ ഉൾപ്പെടെ എല്ലാവരെയും മരണഭയം പിടിക്കും. പക്ഷെ എവിടാണ് ഉറപ്പ്? എവിടാണ് സന്തോഷം? ആ കോട്ടയ്ക്കകത്ത് കയറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് നിത്യ സന്തോഷത്തിന്റെ ഒന്നാമത്തെ ഉറപ്പ്, where does it come from? ഇതാണ് നമ്മുടെ അടിസ്ഥാനം. കോട്ടയ്ക്കകത്ത് നാം കയറിയിട്ടുണ്ടോ? കോട്ടയ്ക്കകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ സുരക്ഷിതമായ ഒരു സങ്കേതം നമുക്ക് വേണ്ടി കർത്താവ് തുറന്നിരിക്കുകയാണ്. രണ്ടാമത്, എങ്ങനെയാണ് നിത്യ സന്തോഷത്തിൽ പ്രവേശിക്കുക? ഇതെങ്ങനെ? ഹൗ ഡു വി എക്സ്പീരിയൻസ് ദി ഇറ്റേണൽ ജോയ്? ഒന്ന്, നാം കർത്താവിനെ സുരക്ഷിതമായ സങ്കേതമാക്കണം. രണ്ടാമത് ഇപ്രകാരം പറയുന്നു, ഞാൻ യഹോവയുടെ, രണ്ടാമത്തെ വാക്യം, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല. രണ്ട്, ദൈവം എൻ്റെ സുരക്ഷിതമായ സങ്കേതമായാൽ മാത്രം പോരാ,
ദൈവം എൻ്റെ പരമമായ സമ്പത്തൂടാകണം. ഗോഡ് ഷുഡ് ബിക്കം മൈ സുപ്രീം ട്രഷർ. ആദ്യം അവൻ എൻ്റെ സുരക്ഷിതമായ സങ്കേതം, രണ്ട് അവൻ എൻ്റെ പരമമായ സമ്പത്ത്. നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല. നമ്മൾ പാട്ട് പാടുന്ന ഈ സങ്കീർത്തനം 16 നമ്മൾ പാട്ടിക്കൂടെ പാടുന്നവരാ അല്ലേ? കേട്ടിട്ടുണ്ടോ? എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ. ഇത് പാടുമ്പം എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചോണ്ടാണോ പാടുന്നത്? നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. യഥാർത്ഥത്തിൽ അതാണോ നമ്മുടെ ജീവിതത്തിന്റെ റിയാലിറ്റി? കർത്താവാണോ നമുക്ക് ആകെ കൂടെ ഉള്ള നന്മ? നീ ഒഴികെ എനിക്കൊരു, അപ്പൊ കർത്താവ് ഉണ്ടെങ്കിൽ അതുപോലെ. പക്ഷെ നമുക്കത് പോരാ. പണ്ട് ഞങ്ങളുടെ അവിടെ അയിരൂർ താമസിച്ചുകൊണ്ടിരുന്ന കുഞ്ഞോളമാമ എന്ന് പറഞ്ഞ മരിച്ചുപോയി. കുഞ്ഞോളമാമ എന്നോട് എപ്പോഴും പറയും, എൻ്റെ അടുക്ക വന്ന് പറയും, ആളുകൾ പരിതാപം പറയുന്ന കുഞ്ഞോളമാമ പറയാ, അവരെല്ലാവരും എൻ്റെ അടുക്ക് വന്നിട്ട് പറയും, അമ്മാമേ ഞങ്ങൾക്ക് ദൈവമല്ലാതെ ആരുമില്ല. സങ്കടത്തോടാ പറയുന്നത് കേട്ടോ. ദാവീദ് സങ്കടത്തോടല്ല പറയുന്നത്. അപ്പൊ കുഞ്ഞോളമാമ അവരോട് തിരിച്ചു ചോദിക്കും, ഇപ്പൊ നിങ്ങളുടെ ദൈവം അത്ര ചെറുതാണോ? ദൈവം ഉണ്ടെങ്കിൽ ഈ ലേവ്യരെ 12 ഗോത്രക്കാരെ വിളിച്ചിട്ട് അവർക്കുള്ള ഓഹരി കൊടുത്തു. ഇപ്പൊ യൂദാ ഗോത്രത്തെ വിളിച്ചു, ശിമയോൻ ഗോത്രത്തെ വിളിച്ചു, എല്ലാവരെയും ഓരോന്നായിട്ട് വിളിച്ച് അവർക്ക് ഓഹരി കൊടുത്തു. നിങ്ങൾക്ക് ഇന്ന സ്ഥലം, നിങ്ങൾക്ക് ഇന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അവസാനം ലേവി ഗോത്രത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ 10 മക്കളാന്ന് വിചാരിക്കുക, നിങ്ങളുടെ അപ്പൻ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്കൊന്നുമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? മിനിമം നിങ്ങളൊന്ന് കേസ് കൊടുക്കും അല്ലേ? അറ്റ്ലീസ്റ്റ് ഒന്ന് വഴക്കുണ്ടാക്കും അല്ലേ? ഞാനും മകനല്ലേ. ഇത് ലേവിയെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്കൊന്നുമില്ല. പക്ഷെ കർത്താവ് അതിനോട് ചേർന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ തന്നെ അവരുടെ ഓഹരിയായിരിക്കും. ഐ വിൽ ബി ദർ ഇൻഹെറിറ്റൻസ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലേവിക്ക ഡീല് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും they got God. ഇത് തന്നെ ദാവീദ് പറഞ്ഞു, കർത്താവേ നീ ഒഴികെ, നീയാണ് എൻ്റെ പരമമായ സമ്പത്ത്. രാജസിംഹാസനം ലഭിച്ചപ്പോൾ ദാവീദ് പറയാൻ ആഗ്രഹിച്ചത് എന്താ? കർത്താവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എൻ്റെ ഏറ്റവും വലിയ നന്മ പോലും നീ ഇല്ലെങ്കിൽ നന്മയല്ല എന്ന് പറയുന്ന ഒരു ഭക്തൻ. ആ ഒരു ഭക്തന്റെ സന്തോഷത്തെ ആർക്കും കെടുത്തി കളയാനൊക്കത്തില്ല. ഇന്ന് ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ യഥാർത്ഥമായ സമ്പത്ത് ക്രിസ്തു ആണോ? ദൈവം ഒരുപക്ഷെങ്കിൽ സമ്പത്ത് തന്നിട്ടുണ്ടായിരിക്കാം, സ്തോത്രം. എന്നാൽ അതിലും അപ്പുറമായി ക്രിസ്തുവാണോ നമ്മുടെ സമ്പത്ത്? പണ്ട് പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു, എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ. ഇന്നിപ്പോ പിന്നെ പാടത്തില്ല അല്ലേ? നമ്മുടെ തോമസ് അക്വിനാസ് എന്ന് പറയുന്നൊരു ഭക്തൻ ഒരിക്കൽ റോമിൽ ചെന്നപ്പോ പോപ്പിന്റെ മുമ്പില് എല്ലാവരും ഇരുന്ന് പണം എണ്ണുക. കാരണം ഒരുപാട് പണം സഭയിലേക്ക് കയറി വന്നു, ഒരുപാട് പണം. അപ്പൊ ഇങ്ങനെ പണം ഇങ്ങനെ ഈ സ്വർണവും വെള്ളിയും നാണയങ്ങളൊക്കെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക. അപ്പൊ തോമസ് അക്വിനാസ് എന്നോട് പോപ്പ് പറഞ്ഞു, സഭയ്ക്ക് ഇനിയും വെള്ളിയും പൊന്നും എനിക്കില്ലെന്ന് പറയാനൊക്കത്തില്ല. അപ്പൊ തോമസ് അക്വിനാസ് പോപ്പിനോട് പറഞ്ഞു, neither can the church say rise up in the name of Jesus and walk. അതും പറയാനൊക്കത്തില്ലെന്ന്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാന്നും പറയാനൊക്കത്തില്ല. കാരണം എവിടെ വെച്ചോ സബ്സ്റ്റിറ്റ്യൂഷൻ സംഭവിച്ചു. കർത്താവ് വേണം, പക്ഷെ എൻ്റെ പരമമായ നന്മ ക്രിസ്തുവല്ല, എനിക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ. ദൈവമക്കൾക്ക് വേണ്ടി ആവശ്യമുള്ളതെല്ലാം കർത്താവ് നൽകും. പണവും സൗകര്യങ്ങളും ഒക്കെ കർത്താവിന്റെ ഹിതം പോലെ നൽകും. എന്നാൽ അത് ദൈവത്തെ റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ദൈവമല്ല പിന്നെ എൻ്റെ ഏറ്റവും വലിയ നന്മ. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇത് പോകുമ്പോൾ സന്തോഷം അതിനോട് കൂടെ അങ്ങ് പോകും. അതുകൊണ്ടാണ് സന്തോഷത്തിൽ ജീവിക്കാൻ സാധിക്കാത്തത്. God is not my supreme treasure. ദൈവം ആയിരിക്കണം എൻ്റെ പരമമായ സമ്പത്ത്. ദാവീദ് പറയാ, കർത്താവേ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ അവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ കണ്ണൂരിൽ നിന്നൊരു അങ്കിള് വരുമായിരുന്നു ബൈബിള് പഠിപ്പിക്കാൻ. അങ്കിളുടെ പേര് പൗലോസ് തുടിയൻ. അങ്കിൾ എഴുതിയ പാട്ടാണ്, നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനായി. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അറിയാമോ, അദ്ദേഹം എഴുതിയ പാട്ട്, മനോഹരമായ ഗാനം.
അപ്പോൾ അദ്ദേഹം പാട്ട് എഴുതുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന് ആർത്രൈറ്റിസ് കൊണ്ട് അദ്ദേഹത്തിന്റെ കൈ വളഞ്ഞിരിക്കുക. കൈ കൊണ്ട് കഴിക്കാനൊക്കത്തില്ല, സ്പൂൺ ഇടയിൽ വെച്ചാണ് കഴിക്കുന്നത്. ഈ സ്കിന്ന് ഷെഡ് ചെയ്യുന്നൊരു പ്രത്യേകത, ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പം കിടന്നു കഴിയുമ്പോൾ കട്ടിലെല്ലാം സ്കിൻ ഇങ്ങനെ ഷെഡ്. അപ്പോൾ എൻ്റെ കട്ടിലയിലാണ് സാധാരണ അവിടെ വരുമ്പോൾ കിടന്നുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ വീട്ടിലായിരുന്നു പ്രസംഗിക്കാൻ വരുമ്പോൾ. മനോഹരമായി പാടും, ദേഹം ഭയങ്കര വേദനയാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റാൽ പാട്ടുകളോടാണ് തുടങ്ങുന്നത്. അപ്പം ഞാനന്ന് അപ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ മനുഷ്യൻ ഇങ്ങനെ പാടാൻ സാധിക്കുന്നു. അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട്, എന്താണെന്നറിയാമോ? ഇപ്രകാരം എഴുതി: അന്ധനായി തീർന്നാൽ ഞാൻ നിന്നെ കാണുമെങ്കിൽ അന്ധനാക്കി തീർക്കുകെന്നെ നാഥ, അന്ധനാക്കി തീർക്കുകെന്നെ നാഥ. അടുത്ത ചരണം ഇപ്രകാരം പാടുന്നു: കുടുംബ ബന്ധങ്ങൾ ബന്ധനമായി തീർന്നാൽ നീക്കുക നീ ആയതെല്ലാം, നീ എൻ സ്വന്തമായാൽ തീർന്നാൽ ധന്യനായ ഞാൻ, നീ എൻ സ്വന്തമായാൽ തീർന്നാൽ ധന്യനായ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മനുഷ്യന്റെ സന്തോഷത്തെ ആർക്കെങ്കിലും എടുത്തു കളയാൻ പറ്റുമോ? പാടുന്നത് എന്നാന്നറിയാം? കർത്താവേ, there is nothing greater and better and more beautiful than you. ഇതാണ് നിത്യസന്തോഷത്തിന്റെ താക്കോൽ. ഇതാണ് നിത്യസന്തോഷത്തിന്റെ താക്കോൽ. ദൈവമല്ലാതെ എനിക്കതിൻ്റെ അപ്പുറം വേറൊരു സമ്പത്തില്ല എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവമക്കൾ ദൈവത്തെ അങ്ങനെ കാണുമ്പോൾ സന്തോഷം കൊണ്ട് നിറയപ്പെടും. കാരണം കുടുംബ ബന്ധങ്ങൾ ബന്ധനമായി തീർന്നാൽ നീക്കുക. കർത്താവെ, നിന്നിൽ നിന്ന് എന്നെ അകറ്റുന്ന സകലത്തിൽ നിന്നും എന്നെ അങ്ങ് മാറ്റി നിർത്തണമേ. നീ എൻ സ്വന്തമായാൽ തീർന്നാൽ ധന്യൻ ആയി ഞാൻ. ദൈവമാണ് നമ്മുടെ പരമമായ സമ്പത്ത് എന്നുള്ളതിന്റെ പ്രൂഫ് എന്താണ് തെളിവ്? That God is your supreme treasure. എന്താ തെളിവ്? ഞാനൊന്ന് വായിക്കട്ടെ. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഇപ്പൊ ദൈവം എന്റെ സമ്പത്താന്ന് പറയാൻ എളുപ്പമാണ്. സമ്പത്ത് തന്നെയാണോ എന്നുള്ളതിന്റെ പ്രൂഫ്, അതിന്റെ തെളിവ് ഞാൻ പറയാം. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഒന്ന് ഇപ്രകാരം പറയുന്നു: ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഒന്ന്, ഞാൻ ദൈവജനത്തിൽ പ്രസാദിക്കുന്നു. ഒന്നാമത്തെ തെളിവ്, ദൈവം എന്റെ പരമമായ സമ്പത്താണെങ്കിൽ ഒന്നാമത്തെ തെളിവ് എന്താ? ഞാൻ ദൈവമക്കളിൽ പ്രസാദിക്കുന്നു. അപ്പൊ നമുക്കൊന്ന് ചോദിക്കാം, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ? ദൈവമക്കളാണോ? കർത്താവിനെ സ്നേഹിക്കുന്നവരാണോ നമുക്ക് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്നവര്? അവിടെ അറിയാം കർത്താവിനാണോ നാം, അവനാണോ നമ്മുടെ പരമമായ സമ്പത്ത്. അവിടെ അറിയാം. ഇന്നിപ്പോ നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതര് ദൈവമക്കളാണെന്ന് അറിഞ്ഞാൽ അവിടെ അറിയാം കർത്താവാണോ നമ്മുടെ പരമമായ സമ്പത്ത്. പലപ്പോഴും ഇന്നത്തെ യുവാക്കൾ പറയും, പക്ഷെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, BFFs എന്നൊക്കെ പറയും, അതൊന്നും ചേർച്ചിലെ ആളുകളല്ല. കർത്താവാണ് എൻ്റെ പരമമായ സമ്പത്ത് ഉണ്ടതിന്റെ തെളിവ് എന്താ? കർത്താവിന്റെ ജനത്തിൽ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളതാ. ഇപ്പൊ കർത്താവിന്റെ how can you say that you delight in God when you can't delight in God's people? ദൈവം പ്രസാദിക്കുന്ന മനുഷ്യരിൽ ഞാൻ പ്രസാദിക്കുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തിൽ പ്രസാദിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നത്? ദൈവമക്കളിൽ പ്രസാദിക്കണം. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. അതുകൊണ്ടാണ് ഒരാൾ ഇപ്രകാരം പറഞ്ഞത്: ഷോ മീ ഹൂ യുവർ ഫ്രണ്ട്സ് ആർ ആൻഡ് ഐ വിൽ ടെൽ യു ഹൂ യു ആർ. കർത്താവിനോട് ചേർന്ന് നടക്കുന്നവരാണോ നമ്മുടെ ഏറ്റവും വലിയ സ്നേഹിതർ? അപ്പൊ അറിയാം ഞാൻ ക്രിസ്തുവിലാണോ സന്തോഷിക്കുന്നത്, അവനാണോ എൻ്റെ പരമമായ സമ്പത്ത്. ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ, നാലാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും, അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല, അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. ദൈവമാണ് എൻ്റെ പരമമായ സമ്പത്ത് എന്നുള്ളതിന്റെ രണ്ടാമത്തെ തെളിവ് ഞാൻ അന്യ ദൈവങ്ങളിൽ പ്രസാദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ന് ഞാൻ രാത്രി കൺവെൻഷൻ വന്നവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അന്യ ദൈവങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാം പറയും, യേശു അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ദൈവവുമില്ല. ഞാനത് അംഗീകരിക്കുന്നു. ഈ അന്യ ദൈവം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നാം മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. വേർ ഡു ഐ സ്പെൻഡ് മൈ ടൈം, മൈ ട്രഷർ ആൻഡ് മൈ ടാലന്റ്. 3 കാര്യങ്ങൾ. അപ്പൊ അറിയാം ആരാ ദൈവമെന്ന്. എൻ്റെ സമയം ഏറ്റവും കൂടുതൽ എടുക്കുന്നത്, എൻ്റെ ടാലന്റ് എവിടെ കൊടുക്കുന്നു, എൻ്റെ പണം എവിടെ കൊടുക്കുന്നു, ചിന്തിച്ചാൽ മാത്രം മതി. അതാണ് എൻ്റെ ദൈവം.
സിമ്പിളാണ്, അതിനകത്ത് കൂടുതൽ നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അന്യദൈവങ്ങളുടെ നാമം പോലും ഞാൻ എടുക്കത്തില്ലെന്നാ പറഞ്ഞു. എടുക്കത്തില്ല. ദൈവമക്കളുടെ സന്തോഷം കെടുത്തി കളയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു, അന്യ ദൈവങ്ങളുടെ പുറകിലുള്ള ഓട്ടം. ദൈവമക്കളെ ക്രിസ്തുയേശുവിന്റെ മക്കളാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ജീവിതത്തിന്റെ പേഴ്സൂട്ട് മുഴുവൻ അന്യ ദൈവങ്ങളുടെ പുറകില. അതുകൊണ്ട് കറങ്ങി 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 തല കറങ്ങുന്നതല്ലാതെ എങ്ങും എത്തിപ്പറ്റുന്നില്ല. ഇരുതോണിയിൽ കാലിടുന്ന അനുഭവം. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. എന്തോ? ഒന്നാമത്തെ ദോഷം, ജീവജലത്തിന്റെ ഉറവയായ എന്നെ വിട്ടുകളഞ്ഞു, ഉപേക്ഷിച്ചു. 2, പൊട്ട കിണറുകളുടെ പുറകിൽ പോകുന്നു. പൊട്ട കിണറുകളുടെ പുറകിൽ പോകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവാണ് ജീവജലത്തിന്റെ ഉറവ. പൊട്ട കിണറുകളുടെ പുറകിൽ പോകുന്ന അനുഭവമാണ് ഈ അന്യ ദൈവങ്ങളുടെ പുറകിൽ പോകുന്ന അനുഭവം. ഈ അന്യ ദൈവങ്ങളുടെ പുറകിൽ പോയാൽ എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ചിന്തിക്കും നമ്മുടെ ദാഹം അങ്ങ് ശമിക്കുമെന്ന്. ശമിക്കത്തില്ല, പൊട്ട കിണറുകളായി മാറുക. ഇത് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിന്റെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കിയാലേ ഈ പൊട്ടക്കിണർ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. എന്താണ് പൊട്ടക്കിണർ? ഇസ്രായേൽ മക്കള് അവർ വെള്ളം ശേഖരിക്കുന്നത് വലിയ ഭരണികളിലാണ്. വലിയ ഭരണികൾ. അത് ചിലപ്പം ഭൂമിക്ക് അകത്തേക്ക് കുഴിക്കും, അല്ലെങ്കിൽ അവർ ടെറസയിൽ വെക്കും. ഈ ടെറസയിൽ വെച്ച് കഴിയുമ്പോൾ മഴ പെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തെ വെള്ളം അവർ ശേഖരിക്കും. എന്നാൽ ചിലപ്പോൾ സംഭവിക്കുന്നത് ചില ഭരണികളിൽ പൊട്ടലുകൾ വരും. പൊട്ടലുകൾ. ഈ പൊട്ടലുകൾ വരുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയോ? ഇനി എത്ര വലിയ മഴ പെയ്താലും മഴ കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളമില്ല. ഒരു തുള്ളി വെള്ളമില്ല. പല ദൈവമക്കളുടെയും ജീവിതം ഇങ്ങനെ. മഴ ഇഷ്ടം പോലെ പെയ്യേ, ഒന്നൊന്നിന്റെ പുറകിൽ ഓട്ടത്തോടോട്ടം, ഒന്നിന്റെ പുറകിൽ ശ്രമിക്കുക, പലതിന്റെയും പുറകിൽ ഓടുക. അവസാനം ഒരൊറ്റ തുള്ളി വെള്ളം. ദൈവമാണോ കർത്താവ്? ആണ്. യേശുവാണോ നമ്മുടെ ദൈവം? ആണ്. പക്ഷെ ജീവിതത്തിന്റെ പെർസൂട്ട് മുഴുവൻ പൊട്ട കിണറിന്റെ അനുഭവം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയോ? ഈ കിണറിന് പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവരെന്ത് ചെയ്യും? ഈ സാധനത്തിനെ എടുത്തിട്ട് ഈ ചത്തുപോയ മൃഗങ്ങളെ കുഴിച്ചിടാൻ ഉപയോഗിക്കുന്ന ഒരു ശവപ്പെട്ടിയാക്കി മാറ്റും. ഇതിന് മാത്രമേ ഇതിന് കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് അനുഗ്രഹത്തിന്റെ ഉറവിടമായിരുന്ന സാധനം ഇപ്പോൾ ശവപ്പെട്ടിയായി മാറിയ അനുഭവം ഇന്ന് പല ദൈവമക്കളുടെയും ജീവിതത്തിൽ വന്നു കയറിയേക്കുന്ന ഇതാ. കർത്താവേ, ഞങ്ങൾക്കൊരു ജോലി വേണം. ജോലി വേണ്ട, തീർച്ചയായിട്ടും ജോലി വേണം. കർത്താവ് ജോലി തന്നു കഴിഞ്ഞപ്പോൾ ജീവിതത്തിന്റെ പേഴ്സൂട്ട് മുഴുവൻ ജോലിയാണ്. അനുഗ്രഹത്തിന്റെ ഉറവേ ആകേണ്ട ജോലി ഇപ്പോൾ ശവപ്പെട്ടിയായി മാറി. ദൈവത്തിന് സമയമില്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. കാരണം ജോലി ഹാസ് ബിക്കം യുവർ ഗോഡ്. അതുകൊണ്ടാണ് യേശു കർത്താവ് ശമരിയ സ്ത്രീയോട് ഇപ്രകാരം പറഞ്ഞു, സ്ത്രീയെ, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും വീണ്ടും ദാഹിക്കും. എന്തുമാത്രം പരക്കം പാച്ചില. ഈ വർഷം ഒന്ന് കഴിയട്ടെ, അടുത്ത വർഷം ഒന്ന് ആകട്ടെ, അത് കഴിഞ്ഞിട്ട് ശരി. എത്ര വർഷം കഴിഞ്ഞു, ഇപ്പോഴും ദൈവത്തെ ദൈവമായി വാഴിക്കാൻ പ്രയാസമായിരിക്കുന്നതിന്റെ കാരണം പൊട്ട കിണറുകളുടെ പുറകിലുള്ള ഈ പോക്ക. പ്രിയമുള്ളവരെ, ഇന്ന് ഒന്ന് റീപ്രയോറിറ്റൈസ് ചെയ്യണം. കർത്താവെ, അങ്ങ് എന്റെ പരമമായ സമ്പത്തെങ്കിൽ, അങ്ങാണ്, ഇഫ് യു ആർ മൈ സുപ്രീം ട്രഷർ, അന്യ ദൈവങ്ങളുടെ പുറകിൽ പോകാൻ എന്നെ അനുവദിക്കരുത്. ഈ ദൈവം തരുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, ശാപമാകാൻ ഒരു നിമിഷം മതി. The blessings of God can become your biggest curses if it replaces God. ദൈവത്തെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഏത് അനുഗ്രഹവും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ശാപമാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില അനുഗ്രഹങ്ങൾ വരാത്തപ്പോൾ ദൈവത്തെ സ്തോത്രം ചെയ്യേണ്ടി. അതുകൊണ്ടാണ്. കാരണം ചിലത് വന്നു കഴിയുമ്പോൾ ദൈവത്തെ വിട്ടകന്നു പോകുന്ന അനുഭവം. ഒന്നാമത്തെ തെളിവ്, ദൈവം എന്റെ പരമമായ സമ്പത്തെങ്കിൽ ഞാൻ ദൈവത്തിന്റെ മക്കളിൽ പ്രസാദിക്കുന്നു. രണ്ടാമത്തെ തെളിവ്, അന്യ ദൈവങ്ങളുടെ പുറകിൽ ഞാൻ പോകത്തില്ല. ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യണേ. മൂന്നാമത്തെ തെളിവ് എന്താണ്? മൂന്നാമത്തെ തെളിവ് 5-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരു അവകാശം വീണിരിക്കുന്നു. മൂന്നാമത്തെ തെളിവ്, ദൈവം തന്ന ഓഹരിയിൽ ഞാൻ പ്രസാദിക്കുന്നു.
I am content in what God has given me. ദൈവം എനിക്ക് എന്ത് തന്നിരിക്കുന്നോ അതിൽ ഞാൻ പ്രസാദിക്കുന്നു. I am content in what God has given me. ഇന്ന് ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ദൈവം തന്നിരിക്കുന്ന ഓഹരിയിൽ പ്രസാദിച്ചിരിക്കുന്നവരാണോ നാം? ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കർത്താവേ എനിക്ക് തന്നതിനായിട്ടെല്ലാം സ്തോത്രം, മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് എത്ര പേരുണ്ട്? അളവനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു എന്ന ഉറപ്പ് എത്ര പേർക്കുണ്ട്? My boundary lines have fallen in pleasant places എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അളവനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു എന്നുള്ള ഉറപ്പ് എത്ര പേർക്കുണ്ട്? ഈ സന്തോഷത്തെ കെടുത്തി കളയുന്ന എന്താണെന്നറിയാമോ? ഈ ഉറപ്പില്ലാത്തപ്പോഴാണ്. അളവനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിട്ടുണ്ടെന്നുള്ള ഉറപ്പില്ലാത്തതിന്റെ കാരണം പകുതി സമയം എന്റെ നോട്ടം അന്യദേശത്തായോണ്ടാണ്. സ്വന്തം ദേശത്ത് നോക്കി കർത്താവെ നീ തന്നതിനായിട്ട് സ്തോത്രം പറയാതിരിക്കുന്നതിന്റെ കാരണം എന്റെ കണ്ണ് പലപ്പോഴും അന്യദേശത്താണ്. ഉദാഹരണം ഞാൻ പറയാം. നാട്ടിൽ ആരെങ്കിലും വളർന്നിട്ടുണ്ടെങ്കിൽ ഈ ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സ്കൂളിൽ ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ സമയം പവർ കാണത്തില്ല, അല്ലെ 1 മണിക്കൂർ സമയം. ഈ ലോഡ് ഷെഡിങ് അല്ലാത്ത സമയത്തും ചിലപ്പോൾ പവർ പോകും. വീട്ടിൽ പവർ പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? ഈ ജനൽ തുറന്നു വെച്ച് പുറത്തോട്ടൊരു നോട്ടമാണ്. എങ്ങോട്ടാ നോക്കുന്നത്? അപ്പുറത്തെ വീട്ടിലോട്ട്. അപ്പൊ അപ്പുറത്തെ വീട് നമ്മൾ കാണുമ്പോൾ അവിടെയും പവർ ഇല്ല. എന്തൊരാശ്വാസം എന്നറിയോ? ഇവിടെ ചൂടത്തിരിക്കുക, നമ്മുടെ അവസ്ഥയ്ക്ക് യാതൊരു വ്യത്യാസവുമില്ല, പക്ഷെ ആശ്വാസം ഇവിടുന്ന് വന്നേ. അപ്പുറത്ത് ദാവീദ് പറയുന്നത് എന്നാന്നറിയാമോ? ഞാൻ എൻ്റെ ദേശത്ത് നോക്കുന്നു, കർത്താവെ എനിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നീയാണ് എൻ്റെ അവകാശം, നീയാണ് എൻ്റെ ഓഹരി. സന്തോഷത്തെ കെടുത്തി കളയുന്ന മൂന്നാമത്തെ കാര്യം കമ്പാരിസൺ, മറ്റുള്ളവരിലേക്കുള്ള നമ്മുടെ നോട്ടം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ നമ്മുടെ സന്തോഷത്തെ കളയുന്ന കാര്യമാണ് കർത്താവ് തന്ന ഓഹരിയിൽ പ്രസാദിക്കാൻ പറ്റാത്ത അനുഭവം. You are not content because forever you are looking at somebody else's inheritance. ദാവീദ് എപ്പോഴാ പറയുന്നതെന്ന് അറിയാമോ? ഓഹരി എനിക്ക്, എൻ്റെ അളവനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നെന്ന്. ശൗലിൽ നിന്ന് ഓടി ഒളിക്കുന്ന സമയത്താ, ഗുഹയിലൊക്കെ പാർത്ത് താൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പറയുന്നത് അളവനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അത് പറയാനുള്ള ഉറപ്പ് എന്താണെന്നറിയാമോ? രാജസിംഹാസനം കിട്ടിയത് കൊണ്ടല്ല, ദൈവമാണ് തൻ്റെ ഓഹരി എന്നുള്ള ഉറപ്പായതുകൊണ്ടാണ്. പരമമായ സമ്പത്ത് ദൈവമാകുമ്പോൾ എൻ്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ സന്തോഷത്തെ ആർക്കും എടുത്തു കളയാൻ സാധിക്കത്തില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ദൈവമക്കൾ മനസ്സിലാക്കാൻ വേണ്ടി. ദൈവമാണ് എൻ്റെ പരമമായ സമ്പത്തെങ്കിൽ, ഇഫ് ഗോഡ് ഇസ് മൈ സുപ്രീം ട്രഷർ, ഈ പാവം ആട്ടിടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഗോലിയാത്തിനെ കൊന്നു. ഗോലിയാത്തിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ശൗല് തന്റെ ചെവിയിൽ ഒരു ശ്രുതി കേട്ടു. ശൗല് തന്റെ 1000-ത്തെയും ദാവീദ് തന്റെ 10,000-ത്തെയും കൊന്നു. അത് കേട്ട സമയം ഈ ശൗലും തന്റെ സൈന്യവും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ഏറ്റവും പവർഫുൾ ആയിട്ട മനുഷ്യനും സൈന്യവും കൂടെ അവർക്ക് ഒറ്റ അജണ്ടയേ ഉള്ളൂ, ഈ പാവപ്പെട്ട ആട്ടിടയനെ കൊല്ലണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ ദേശത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആള് നിങ്ങളെ ആരെങ്കിലും പിടിക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ കാര്യം പോയില്ലേ? ഈ ദേശത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആള് തീരുമാനിക്കുക നിങ്ങളെ പിടിക്കണം, തീർന്നില്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആ ആട്ടിടയനെ രാജസിംഹാസനത്തിനാക്കാൻ ദൈവം തീരുമാനിച്ചാൽ ഈ ലോകം മുഴുവൻ അവന്റെ പുറകിൽ പോയാലും ദൈവം അവനെ സിംഹാസനത്തിൽ തന്നെ ഇരുത്തും. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. അതിന് സാഹചര്യം വിഷയമല്ല, ആരൊക്കെ എതിര് വരുന്നു എന്നുള്ളത് വിഷയമല്ല. ദൈവത്തിന്റെ ഓഹരി ദൈവത്തിന്റെ മക്കളുടെ അവകാശമാണ്. പക്ഷെ അത് അനുഭവിക്കണമെങ്കിൽ അവനാകണം നമ്മുടെ പരമമായ സമ്പത്ത്. അതുകൊണ്ട് ഗുഹയ്ക്കകത്തിരിക്കുന്ന ദാവീദ് പറയുകയാണ്, കർത്താവേ അളവനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു.
പ്രിയമുള്ളവരെ, ഇന്ന് സന്തോഷത്തെ കെടുത്തി കളയുന്നത് അപ്പുറത്തെ വീട്ടിലുള്ള നോട്ടമാണോ? അപ്പുറത്തെ ആളിൻ്റെ ദൈവം അനുഗ്രഹിച്ച വഴികളൊക്കെ നോക്കുമ്പോൾ അകത്തെ സന്തോഷം കെട്ടുപോകുന്നുണ്ടോ? ഇന്ന് പറയണം, കർത്താവേ, എനിക്ക് അവരുടെ അവകാശവും വേണ്ട, അവരുടെ വീടും വേണ്ട, അവരുടെ കുഞ്ഞുങ്ങളും വേണ്ട, അവരുടെ വണ്ടിയും വേണ്ട, അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സന്തോഷത്തിന്റെ പരിപൂർണത അനുഭവിക്കാൻ സാധിക്കും. സന്തോഷത്തിന്റെ പരിപൂർണത. മൂന്നാമത് ഞാൻ പറഞ്ഞു, ഹൗ ക്യാൻ വി എൻജോയ്? ദൈവമാണ് എൻ്റെ പരമമായ സമ്പത്ത് എന്നുള്ളതിന്റെ മൂന്നാമത്തെ തെളിവ് എന്താണ്? ദൈവം എനിക്ക് തന്ന ഓഹരിയിൽ ഞാൻ പ്രസാദിക്കും. ഇന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ നന്ദി, സ്തോത്രം, അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. എനിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം അങ്ങ് തന്നിട്ടുണ്ടല്ലോ കർത്താവെ. അങ്ങ് അനുഗ്രഹിച്ചതിനാൽ അടിയന്റെ ഗൃഹം അനുഗ്രഹിക്കപ്പെട്ടതാ പറഞ്ഞു സ്തോത്രം പറഞ്ഞു വേണം ഇവിടുന്ന് പോകാൻ. അന്യന്റെ ദേശത്തേക്ക് കണ്ണ് ഒരിക്കലും പോകരുത്. കർത്താവ് എനിക്ക് അളവ് നൂൽ മനോഹര ദേശത്ത് വലിച്ചിരിക്കുകയാണ്. മൂന്ന് പ്രകാരം പറയുന്നു, എനിക്ക് ബുദ്ധി ഉപദേശിച്ച്, ഏഴാമത്തെ വാക്യം, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും, രാത്രി കാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. The key, third key of eternal joy. ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവമായിരിക്കണം നമ്മുടെ സുരക്ഷിതമായ സങ്കേതം. രണ്ട്, അവനായിരിക്കണം നമ്മുടെ പരമമായ സമ്പത്ത്. മൂന്ന്, അവനായിരിക്കണം നമ്മുടെ വിശ്വസ്ത ഉപദേഷ്ടാവ്. He should be our trusted counselor. ലോകത്തിന്റെ കൗൺസിലിന്റെ പുറകിൽ പോയാൽ നിരാശപ്പെടും. ആളുകൾ പറയുന്നത് കേൾക്കാൻ പോയാൽ നിരാശപ്പെടും. ആളുകളുടെ അഡ്വൈസിന്റെ പുറകിൽ പോയാൽ നിരാശപ്പെടും. ദൈവത്തിന്റെ വചനമായിരിക്കണം നമ്മുടെ വിശ്വസ്ത ഉപദേഷ്ടാവ്. ആരുടെ ശബ്ദമാണ് പ്രിയമുള്ളവരെ ഇന്ന് രാത്രി കേൾക്കുന്നത്? ഹൂസ് വോയിസ് ആർ യു ലിസണിംഗ് ടു? ദൈവത്തിന്റെ ശബ്ദമാണോ മനുഷ്യന്റെ ശബ്ദമാണോ? എൻ്റെ സന്തോഷത്തെ കെടുത്തിക്കളയാൻ മനുഷ്യന്റെ ശബ്ദം കേട്ടാൽ മതി. വളരെ ചെറുപ്പത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്, മനുഷ്യന്റെ വാക്കിന്റെ പുറകിൽ പോകരുത്, ദൈവം പറയുന്നത് കേട്ടോണം. വളരെ ചെറുപ്പത്തിൽ ദൈവം പഠിപ്പിച്ചൊരു കാര്യമാണ്. മനുഷ്യൻ ഇന്ന് പറയുന്നത് നാളെ മാറ്റിപ്പറയും, മറ്റന്നാൾ പറയുന്നത് പിന്നെ മാറ്റിപ്പറയും. എന്നാൽ ദൈവത്തിന്റെ വചനം, ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിന്റെ വചനത്തിന് യാതൊരു മാറ്റവുമില്ല. ആരാണ്? ഹൂ ഈസ് യുവർ കൗൺസിലർ? അങ്ങനെയെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒന്ന്, അവനായിരിക്കണം നമ്മുടെ സുരക്ഷിതമായ സങ്കേതം, അവനായിരിക്കണം നമ്മുടെ പരമമായ സമ്പത്ത്. മൂന്ന്, അവനായിരിക്കണം നമ്മുടെ വിശ്വസ്ത ഉപദേഷ്ടാവ്. അങ്ങനെയെങ്കിൽ എന്താ ദാവീദ് പറഞ്ഞു തുടങ്ങുന്നതെന്നറിയോ? ദാവീദ് ആദ്യമേ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ അവസാനിക്കും, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഇപ്രകാരം പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ഒന്ന്, ഐ വിൽ നോട്ട് ബി ഷേക്കൺ, ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. രണ്ട്, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. ഒന്ന്, ഐ വിൽ നോട്ട് ബി ഷേക്കൺ. രണ്ട്, ഐ വിൽ നോട്ട് ഫിയർ. മൂന്ന്, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുന്നില്ല. അവിടെ വണ്ണാണ് അവസാനിക്കുന്നത്. തുടങ്ങിയത് കർത്താവേ എൻ്റെ പ്രാണനെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ച് നിലവിളിച്ചത് അവസാനിക്കുന്നത് 10ാമത്തെ വാക്യത്തിൽ എന്താണെന്നറിയാമോ? ഞാൻ മരിക്കത്തില്ലെന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലയോ? മരണത്തെ എനിക്ക് ഭയമുണ്ടെന്ന് 1ാമത്തെ വാക്യം. 10ാമത്തെ വാക്യത്തിൽ ഞാൻ അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്. അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് മലയാളത്തിൽ ദ്രവത്വം കാണുവാൻ അനുവദിക്കത്തില്ലെന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. പക്ഷെങ്കിൽ എന്തോ, വാട്ട് ഡസ് ഇറ്റ് മീൻ? മരിക്കത്തില്ലെന്നല്ലേ എന്റെ അർത്ഥം. ദാവീദ് മരിച്ചോ? മരിച്ചോ ഇല്ലയോ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. മരിച്ചോ ഇല്ലയോ? വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് മരിച്ചെന്ന്. തന്റെ പിതാക്കന്മാരോട് കൂടെ അടക്കം ചെയ്തു, വളരെ വ്യക്തമായിട്ട്. അപ്പൊ ദാവീദ് എന്തിന്റെ ബലത്തിൽ ഈ പറയുന്നത്? എന്നാ പിന്നെ ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ നിർഭയമായി വസിക്കും, ഞാൻ മരിക്കത്തില്ലെന്ന് ഉറപ്പോടെ പറയുക. എവിടുന്നാ ഉറപ്പ് വരുന്നത്? പുതിയ നിയമത്തിൽ ജീവിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ എളുപ്പമാണ്. പഴയ നിയമത്തിൽ ജീവിച്ച ദാവീദിന് ഇത് എങ്ങനെ മനസ്സിലായി? പഴയ നിയമത്തിൽ ജീവിച്ച ദാവീദ് ഇത് മനസ്സിലാകണമെങ്കിൽ താനൊരു പ്രവാചകനാണെന്ന് മനസ്സിലാക്കണം. ഒരു നിഴല് പോലെ നമ്മൾ വ്യക്തമായി കാണുന്നത് കണ്ടു, ക്ലാരിറ്റി ഇല്ല, പക്ഷെ എവിടോ അറിയാം. കാരണം ദൈവം ശമൂവേൽ പ്രവാചകനിലൂടെ ദാവീദിനൊരു വാഗ്ദത്തം കൊടുത്തു. എന്താണെന്നറിയാമോ? നീ മരിച്ച് മണ്ണോട് ചേർന്നാലും നിന്നിൽ നിന്ന് ഒരുവൻ വരും, അവൻ നിന്റെ സിംഹാസനത്തിൽ
എന്നേക്കുമായി ഇരിക്കും. അപ്പൊ എവിടോ അറിയാം, കർത്താവെ ഞാൻ മരിച്ചാലും ഞാൻ ജീവിക്കുമെന്ന് എങ്ങനെയോ അറിയാം. ഭയത്തിൽ തുടങ്ങിയ ഈ സങ്കീർത്തനം അവസാനിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? കർത്താവെ ഞാൻ മരിക്കത്തില്ല, ഞാൻ മരിക്കത്തില്ല. എന്റെ ഭയം എന്തായിരുന്നു? മരണമായിരുന്നു എന്റെ ഭയം. മരണഭയമായിരുന്നു, ആ ഭീതിയായിരുന്നു എന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് ഭയം മാറി, കാരണം ഞാൻ മരിക്കത്തില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ 1000 വർഷം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യണം. ദാവീദ് മരിച്ചു കഴിഞ്ഞിട്ട് 1000 വർഷം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുമ്പോൾ യെരുശലേമിന്റെ തെരുവീതിയിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോവുകയാണ്. ആ മനുഷ്യന്റെ ഒരു പ്രത്യേകതയുണ്ട്. നസറേത്തിൽ നിന്നുള്ള ക്രിസ്തു, ജീസസ് ഓഫ് നാസറത്ത് എന്ന പേര്. ഈ നസറേത്തുകാരനായ യേശു എന്ന് പറയുന്ന വ്യക്തി നടന്നു പോകുമ്പോൾ കുഷ്ഠരോഗികൾ അവന്റെ അടുക്കൽ വരുന്നു, ചെകിടർ അവന്റെ അടുക്കൽ വരുന്നു, കുരുടർ അവന്റെ അടുക്കൽ വരുന്നു. ഇങ്ങനെ പലരും അവന്റെ അടുക്കൽ വരുന്നു. കുരുടന് കാഴ്ച നൽകുന്നു, ചെകിടൻ കേൾക്കുന്നു. ഭയങ്കരമായ അത്ഭുത പ്രവൃത്തി നടക്കുക. അപ്പൊ ഈ മനുഷ്യൻ ആരാന്നുള്ളത് എല്ലാവർക്കും അറിയണം. ഹൂ ഇസ് ദിസ് മാൻ? പക്ഷെ ഈ മനുഷ്യൻ ആരാണെന്നുള്ളത് വ്യക്തമായി അറിയണമെങ്കിൽ അന്ധനായ ബർത്തിമായോട് ചോദിക്കണം. അപ്പൊ ബർത്തിമായി ഈ മനുഷ്യന്റെ ബയോഡേറ്റ പറയും. ആ തെരുവീതികളിൽ കിടന്നുകൊണ്ട് യേശു നടന്നു വരുന്നു എന്ന് അറിഞ്ഞിട്ട് ബർത്തിമായി അലച്ചു വിളിച്ചു പറയുന്ന ഒരു പേരുണ്ട്. എന്തുവാണെന്നറിയാമോ? യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ദാവീദ് പുത്രൻ ഒരു വാക്ക് പറഞ്ഞാൽ ചെകിടൻ കേൾക്കും, ഊമൻ സംസാരിക്കും. അത് മാത്രമല്ല, ലാസറേ പുറത്തു വാന്ന് പറഞ്ഞാൽ മരിച്ചവൻ പോലും പുറത്തു വരുന്ന ദൈവശക്തിയുള്ള മനുഷ്യനായിരുന്നു യേശു. യേശുവേ, ദാവീദ് പുത്ര. അപ്പോൾ ദൈവം എന്നാ പറയാൻ ആഗ്രഹിച്ചെന്നറിയാമോ? ദാവീദേ, നിഴല് പോലെ നീ കാണുന്നുണ്ട്, പക്ഷെങ്കിൽ 1000 വർഷങ്ങൾക്ക് ശേഷം നിന്നിൽ നിന്ന് ഉത്ഭവിക്കും മശിഹ. അവന് ചെകിടന്റെ മേലും അന്ധന്റെ മേലും, അന്ധന് കാഴ്ച കൊടുക്കുവാൻ മാത്രമല്ല ശക്തി, മരണത്തിന്റെ മേൽ പോലും ശക്തിയുള്ളവൻ ക്രിസ്തുവാണ്. ഏറ്റവും വലിയ ഭയം, മരണം എന്ന ഭയത്തെ അവൻ തോൽപ്പിച്ചു. അവസാനം എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവനെ ആണിമേൽ അവർ ക്രൂശിച്ച് അവർ കൊന്നുകളഞ്ഞു. മഹത്വത്തിന്റെ പ്രഭുവിനെ അവർ കൊന്നുകളഞ്ഞു. അപ്പം മരണം ഓർത്തു, ഇതോടെ ഈ പരിപാടിയും തീർന്നു. ഇതുവരെയുള്ള സകല മനുഷ്യരെയും മരണം 100% സാറ്റിസ്ഫാക്ഷനിൽ കൊന്നൊടുക്കി. ഒരാൾ പോലും രക്ഷിച്ചില്ല, അല്ലേ? ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ പാടിയത്, ഉലക മഹാന്മാർ അഖിലരും ഒരുപോലെ ഉറങ്ങുന്നു കല്ലറയിൽ. എല്ലാ പാർട്ടികളും, അത് അലക്സാണ്ടർ ആയാലും, അത് ജൂലിയസ് സീസർ ആയാലും, അതിന് മുമ്പുണ്ടായിരുന്ന അബ്രഹാം ആയാലും, ദാവീദ് ആയാലും, എത്ര വലിയ പ്രഭു ആണെങ്കിലും, നെബൂഖദ്നേസർ ആണെങ്കിലും, എല്ലാവരും കല്ലറയ്ക്ക് അകത്താ. അപ്പൊ മരണം പറഞ്ഞു, ഇവനെ അടച്ച് ഇവന്റെ കാര്യവും തീർത്തു. പക്ഷെ അറിഞ്ഞില്ല, 3-ാം ദിവസം കല്ലറയെ ഭേദിച്ച് അവൻ പുറത്തു വന്നു. പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിൽ. അതുകൊണ്ടാണ് പൗലോസ് ധൈര്യമായിട്ട് പറഞ്ഞത്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? പൗലോസ് അത്ര ധൈര്യമായിട്ട് പറഞ്ഞതിന്റെ കാരണം എന്നാന്നറിയാമോ? മരണത്തെ ജയിച്ചവൻ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഉറപ്പ്. അതുകൊണ്ടാണ് പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ, ആബ്സെന്റ് ഇൻ ദ ബോഡി, പ്രസന്റ് വിത്ത് ദ ലോർഡ്. ദൈവമക്കളെ, ദൈവമാണ് നമ്മുടെ സുരക്ഷിതമായ സങ്കേതമെങ്കിൽ മരിക്കുന്ന നിമിഷം ആബ്സെന്റ് വിത്ത് ദ ബോഡി, പ്രസന്റ് വിത്ത് ദ ലോർഡ്. ഈ കോൺഫിഡൻസ് ഉള്ള ഒരു മനുഷ്യന്റെ സന്തോഷത്തെ ആർക്കെങ്കിലും എടുത്തു കളയാൻ പറ്റുമോ? 2018 18ആണോ 17ആണോ എനിക്ക് അത്ര 18ആണെന്ന് തോന്നുന്നു. ജനുവരി മാസത്തിൽ 2 മുഖ്യ ആളുകൾ മരിച്ചു. ഒന്ന് ഒരു ബോളിവുഡ് ആക്ട്രസ് ശ്രീദേവി എന്ന് പറയുന്നു. 10 ദിവസത്തിന് ശേഷം ബില്ലി ഗ്രഹാം മരിച്ചു. ഒരേ വർഷം ഒരേ മാസം. ശ്രീദേവി മരിക്കുന്നതിന് മുമ്പ് ഇപ്രകാരം ഡയറിക്കകത്ത് എഴുതി, ഐ ഫിയർ ഡെത്ത് ഫോർ ഐ ഡോണ്ട് നോ വാട്ട് ലൈസ് അഹെഡ് ഓഫ് മീ. ഞാൻ മരണത്തെ ഭയക്കുന്നു, കാരണം എന്നാ, ഇതിനു ശേഷം എന്താകുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. 10 ദിവസം കഴിഞ്ഞപ്പോൾ ബില്ലി ഗ്രഹാം മരിച്ചു. ബില്ലി ഗ്രഹാം ഡയറിക്കകത്ത് ഇപ്രകാരം എഴുതി. എന്താ എഴുതിയെന്നറിയാമോ?
One day you will hear that Billy Graham is dead. ഒരു ദിവസം നിങ്ങൾ കേൾക്കും പത്രമാധ്യമങ്ങളിലൂടെ ബില്ലി ഗ്രഹാം മരിച്ചു. Don't you believe a word. ഒരൊറ്റ വാക്ക് പോലും വിശ്വസിച്ചേക്കരുത്. I will be more alive than ever. ഞാൻ ഏറ്റവും അധികമായി ജീവിച്ചിരിക്കുക. പിന്നെ പറയുന്നുണ്ട്, I would have just changed my address. ഞാൻ എൻ്റെ മേൽവിലാസം ഒന്ന് മാറ്റി എന്ന് മാത്രം. അതുകൊണ്ടാണ് ബില്ലി ഗ്രഹാം മരിച്ചപ്പോൾ മരണത്തെ മുഖാമുഖമായി നോക്കിയിട്ട് പറഞ്ഞു, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? പ്രിയമുള്ളവരെ, ദി അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ, എല്ലാവരും ഇവിടെ ഇരിക്കുന്നവർക്ക് പല സിറ്റുവേഷൻസ് ആണ് ഫേസ് ചെയ്യേണ്ടത്. പക്ഷെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു സിറ്റുവേഷൻ കോമൺ ആയിട്ട് ഫേസ് ചെയ്യേണ്ടത് ഇതാണ്. അപ്പൊ പറയാൻ സാധിക്കണം, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ക്യാൻസർ രോഗത്താൽ ലാസ്റ്റ് സ്റ്റേജ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രായമുള്ള ഒരു സഹോദരിയുടെ വീട്ടിൽ ചെന്നിട്ടാണ് ഞാൻ വരുന്നത്. പെട്ടെന്നായിരുന്നതുകൊണ്ട് ഡിറ്റക്ട് ചെയ്തില്ല. 4th സ്റ്റേജ്, ഏത് സമയവും പോകും അറിയത്തില്ല. അപ്പം ഞാൻ തല കുനിച്ച് നിരാശനായിട്ട് അകത്തോട്ട് കയറുന്നത്. കാരണം ഞാൻ പെട്ടെന്ന് അറിഞ്ഞാൽ വേറൊരാളെ കാണാൻ ചെന്നപ്പോഴാണ് ന്യൂസ് അറിഞ്ഞത്. നേരെ എന്നെ ആ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അതാണ്ട് നമുക്കറിയാവുന്ന ഒരാളാണ് 4th സ്റ്റേജ്. ഇനി രക്ഷയൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് പറയാനൊന്നുമില്ല. ഞാനാണല്ലോ സാധാരണ പ്രസംഗിക്കുന്നത്. അപ്പം പറയാൻ ഒരുപാട് വാക്യങ്ങളുണ്ട്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് പറയാൻ അധികമൊന്നുമില്ല. ഞാൻ അവിടെ നിന്നപ്പോൾ ആ യുവതി എന്നെ നോക്കിയിട്ട് ഒരു ചിരി. ചിരിച്ചുകൊണ്ട് ഞാനും തിരിച്ചു ചിരിച്ചു. അല്ലാതെ ഇപ്പം എന്താ ചെയ്യേണ്ടത്? എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, പക്ഷെങ്കിൽ ഞാനും ചിരിച്ചു. എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ മറക്കത്തില്ല. ചെറി, ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ടു റൺ ഇൻ ടു ദ ആംസ് ഓഫ് ജീസസ്. യേശു കർത്താവിൻ്റെ കയ്യിലേക്ക് ഓടുവാൻ കാത്തിരിക്കുക. അങ്ങനൊരു വ്യക്തിക്ക് ക്യാൻസറിന് സന്തോഷത്തെ എടുത്തു കളയാൻ പറ്റുമോ? വേദന ഇല്ലാഞ്ഞിട്ടല്ല, നിരാശ ഇല്ലാഞ്ഞിട്ടല്ല, ആത്യന്തികമായിട്ടൊരു സന്തോഷം. നീ നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ. കാരണം അറിയാം, ഇന്ന് ക്യാൻസർ എൻ്റെ ജീവൻ കൊണ്ടുപോയാലും ഒരു ദിവസം അവൻ വെളിപ്പെടുമ്പോൾ ഞാൻ അവനോട് കൂടെ ഉയർക്കുമെന്നുള്ള പ്രത്യാശ. പ്രിയമുള്ളവരെ, ഉറപ്പുണ്ടോ? ഡു യു ഹാവ് ദാറ്റ് അഷ്വറൻസ്? ആ ഉറപ്പുണ്ടോ? ഇവിടുന്ന് പോകുമ്പോൾ ആ ഉറപ്പോടെ പോകണം. മരണത്തെ ജയിച്ച്, പാതാള ഗോപുരങ്ങളെ ജയിച്ച് ഒരുവൻ മാത്രം, യേശുക്രിസ്തു. സമയം കഴിഞ്ഞവരോട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ക്രിസ്റ്റഫർ ലവ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ സുവിശേഷത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച ഒരു മനുഷ്യനാണ്. സുവിശേഷത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അദ്ദേഹത്തിനെ കഴുത്തറുത്ത് കൊല്ലാൻ തീരുമാനിച്ചു. അപ്പൊ അദ്ദേഹത്തിനെ കാരാഗ്രഹത്തിലാക്കി കഴിഞ്ഞിട്ട് ക്രിസ്റ്റഫർ ലവിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കർത്താവിനെ ഒന്ന് തള്ളിപ്പറ, പ്രൈവറ്റായിട്ട് പറഞ്ഞു, നിങ്ങളങ്ങ് പൊക്കൂ. എന്തിനാ വെറുതെ ഈ യൗവന രക്തം ആവശ്യമില്ലാതെ ചൊരിയുന്നത്? നിങ്ങൾ പോ. ഇപ്പൊ ക്രിസ്റ്റഫർ ലവ് മറുപടി പറഞ്ഞു, എന്നെ ഇത്രയും നാൾ സ്നേഹിച്ച ക്രിസ്തുവിനെ ഞാൻ തള്ളിപ്പറയത്തില്ല. നിങ്ങൾ കൊല്ലണേ കൊല്ലുവോ, എന്താന്ന് വെച്ചോ ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു, നാളെ രാവിലെ തല അറക്കാൻ പോകും. അപ്പൊ ക്രിസ്റ്റഫർ ലവ് തന്റെ കാരാഗ്രഹത്തിൽ നിന്ന് ഭാര്യയ്ക്ക് ഒരു എഴുത്തെഴുതി. ഇപ്രകാരം എഴുതി, നാളെ എന്റെ ശാരീരികമായ തലയിൽ നിന്ന് അവരെന്നെ വേർപിരിക്കും, എന്നാൽ എന്റെ ആത്മീക തലവനായ ക്രിസ്തുവിൽ നിന്ന് ആർക്കും എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. ചരിത്രകാരൻ ഇപ്രകാരം എഴുതി, പിറ്റേ ദിവസം കഴുമരത്തിലേക്ക് നടന്നു പോകുന്ന ക്രിസ്റ്റഫർ ലവിനെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഭാര്യ കൈ അടിച്ച് പ്രോത്സാഹിപ്പിച്ചു വിട്ടു. ക്രിസ്റ്റഫർ ലവ് ഉറക്കെ ഒരു പാട്ട് പാടി കഴുകുമരത്തിലേക്ക് പോയി. ഇത് നടക്കുന്ന കാര്യമാണോ പ്രിയമുള്ളവരെ? മാനുഷികമായി ഇംപോസിബിൾ. ഇത് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഭർത്താവിനെ നഷ്ടപ്പെടും എന്നുള്ളത് നല്ല വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിനകത്ത് there are no two ways about it. എവിടുന്നാ സന്തോഷം വരുന്നത്? എൻ്റെ ഭർത്താവ് ഇന്ന് മരിച്ചാലും ഒരു ദിവസം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഉറപ്പ്. എവിടാണ് എൻ്റെ സുരക്ഷിതമായ സങ്കേതം പ്രിയമുള്ളവരെ? വേർ ഈസ് മൈ സേഫ് റെഫ്യൂജ്? കുഞ്ഞാടിന്റെ രക്തക്കോട്ടയ്ക്കകത്താണ് എൻ്റെ സുരക്ഷിതമായ സങ്കേതം.
എൻ്റെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നത്, ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ കർത്താവിനോട് ഒരുപാട് ആർഗ്യൂ ചെയ്തു. കർത്താവ് എന്നെ നാട്ടിൽ വിടരുത്, ഞാൻ എവിടെ വേണമെങ്കിലും പൊക്കോളാം, സൊമാലിയ വേണമെങ്കിലും പൊക്കോളാം, തിരുവല്ല വിടരുതെന്ന് പ്രാർത്ഥിച്ച ആളാണ് ഞാൻ. നാട്ടിൽ നിങ്ങൾക്കറിയാമല്ലോ, ചെറുപ്പക്കാരില്ല, എൻ്റെ പ്രായക്കാരില്ല, എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രായക്കാരില്ല, എല്ലാം പ്രായം. ഇപ്പം പ്രായം കൂടുന്തോറും ഞാനിപ്പോൾ വിവാഹങ്ങളെക്കാട്ടിലും കൂടുതൽ പോകുന്നത് ശവസംസ്കാര ശുശ്രൂഷകൾ. അത് നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ തോന്നുന്നു. കാരണം ജീവിതം ഇത്രയുള്ളെന്നുള്ള യാഥാർത്ഥ്യം എന്നെ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം രാവിലെ ഞാൻ നടക്കാൻ പോകുന്ന മാർത്തോമ കോളേജിൻ്റെ ഗ്രൗണ്ടിലാണ് ഓടാൻ പോകുന്നത്. അവിടെ നടക്കാൻ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാ ദിവസവും ഞാൻ നടക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കും രാവിലെ, സമയമാം രഥത്തിൽ. അത് കേട്ട് വലിയ ജിമ്മിൽ പോകാനുള്ള നല്ല പാട്ടൊന്നും അല്ലത് കേട്ടോ, മോട്ടിവേഷണൽ സോങ്ങേ അല്ല. എല്ലാ ദിവസവും രാവിലെ. അപ്പൊ അകത്ത് ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് എല്ലാവരും പാട്ട് പാടുമ്പം അതിനകത്തൊരാള് കിടപ്പുണ്ട്. താമസിയാതെ ആളുകൾ പാടും, നീ അതിനകത്തായിരിക്കും. ഞാനിപ്പോ പുറത്ത്, താമസിയാതെ ഞാൻ അതിൻ്റെ അകത്ത് കാണും. എല്ലാവരുടെയും റിയാലിറ്റി ഞാൻ അതിനകത്ത് കാണും. അപ്പൊ എനിക്കൊരു ഉറപ്പുണ്ടാകണം, എന്താണെന്നറിയാമോ? ആ ദിവസം ഞാൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനൂടെ ആ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ the only ultimate answer I need to give is that one question. ഒറ്റ ചോദ്യത്തിന്. ഇന്ന് പ്രിയമുള്ള ദൈവമക്കളെ, പെട്ടകത്തിന്റെ ചുറ്റും നിൽക്കുന്നതാണെങ്കിൽ ഇന്ന് പെട്ടകത്തിനകത്ത് കയറുവാൻ ഒരു അവസരം കർത്താവ് തരിക. എൻ്റെ ഈ ചെറിയ കാലത്തെ one thing I've learned is I have no time to play games. എനിക്ക് ഈ കുഞ്ഞു കളിക്കാനും അതും ഇതൊക്കെ പറഞ്ഞ ആളുകളെ രസിപ്പിക്കാനൊന്നും എനിക്ക് സമയമില്ല. ഉള്ള കാര്യം പറയാം, ഒരുപാട് പണിയും ജോലിയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. I have no time to waste entertaining people. അതിനുള്ള സമയം എനിക്കില്ല. ചോദിക്കേണ്ട ചോദ്യം ചോദിച്ചേ പറ്റും. ഇന്ന് ക്രിസ്തു എന്താ ചോദിച്ചേ? നിന്റെ നിത്യത എവിടെയാവുന്നുള്ള ഉറപ്പ്? നിനക്ക് ചാടാനും തുള്ളാനും ഒക്കെ ഉള്ള മോട്ടിവേഷൻ ഉണ്ടോന്നൊന്നും ക്രിസ്തു ചോദിച്ചില്ല. നിന്റെ നിത്യത എവിടെ? ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ പ്രിയമുള്ളവരെ, ഭയപ്പെട്ടു പോകാനല്ല, രക്ഷയുടെ സന്തോഷം ഉള്ളിൽ മുഴുവനായി മനസ്സിലാക്കി യേശുവൻ സ്വന്തം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഇവിടുന്ന് ധൈര്യമായിട്ട് പുറത്തു പോകുവാൻ ദൈവം നമുക്ക് ഒരവസരം തരികയാണ്. ഇന്നാകുന്ന രക്ഷാ ദിവസം, നാളെയല്ല, ടുഡേ ഈസ് ദ ഡേ ഓഫ് സാൽവേഷൻ. ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കഠിനമാക്കരുത്. ഇന്ന് പ്രതികരിക്കാനുള്ള ദിവസമാണ്. കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ മുഴുവനും നിന്റേത്. ലോർഡ്, ഐ ബിലോങ് ടു യു. കാരണം മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ ഒരുവൻ മാത്രം, ക്രിസ്തു. അവന്റെ പേര് യേശു. യേശു നമ്മൾ പാടിയല്ലോ, അവൻ ആരിലും വലിയവൻ. സകലരും കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ കല്ലറയെ ഭേദിച്ച് ഒരുവൻ മാത്രം ഉയർത്തെഴുന്നേറ്റു. അവന്റെ പേര് യേശു. അവനോട് കൂടെ ചേർന്നാൽ, അവന്റെ ആ കോട്ടയ്ക്കകത്ത് കയറിയാൽ, ആ പെട്ടകത്തിനകത്ത് പ്രവേശിച്ചവനെല്ലാം എല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് എന്റെ ക്വാളിറ്റിയോ നിങ്ങളുടെ ക്വാളിറ്റിയോ അല്ല, എന്റെ ഗുണമോ നിങ്ങളുടെ ഗുണമോ അല്ല, ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ടോ നിങ്ങൾ പാട്ട് പാടുന്നത് കൊണ്ടൊന്നും അല്ല. ആ പെട്ടകത്തിനകത്ത് കയറിയത് കൊണ്ട് മാത്രം. അതുകൊണ്ട് കൃപയാലല്ലോ, വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പ്രിയമുള്ളവരെ, ആ രക്ഷയുടെ പെട്ടകത്തിൽ പ്രവേശിക്കാൻ ദൈവം നമ്മളെ ആഹ്വാനിച്ചത്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ആദ്യത്തെ രാത്രി ദൈവവചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്ന കർത്താവേ, പെട്ടകത്തിന്റെ ചുറ്റും നിൽക്കുന്നവരല്ല, അകത്തേക്ക് പ്രവേശിപ്പാൻ ആരെങ്കിലും ഇതുവരെ കർത്താവെ ആ പെട്ടകത്തിനകത്ത് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ, ഇന്നാകട്ടെ കർത്താവെ ആ ദിവസം, ഇന്നാകട്ടെ ആ ദിവസം. തകർന്നു പോകുന്ന കോട്ടകൾ ഞങ്ങളുടെ ചുറ്റും, ആ കോട്ടകൾ പണിയാനുള്ള തത്രപ്പാട് ഞങ്ങളോട് ക്ഷമിക്കണേ കർത്താവെ. ഞങ്ങളിപ്പോൾ ഒരുപക്ഷെങ്കിൽ എത്രയോ അന്യ ദൈവങ്ങളെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പൂജിച്ചിട്ടിരിക്കുക. ഞങ്ങളോട് ക്ഷമിക്കണേ കർത്താവെ. അങ്ങ് ഞങ്ങൾക്ക് തന്ന പല അനുഗ്രഹങ്ങളും ഇപ്പോൾ ശാപമായി തീർന്നു. കാരണം അത് അങ്ങയുടെ സ്ഥാനം എടുത്തതുകൊണ്ട് ക്ഷമിക്കണേ കർത്താവെ. അങ്ങാകണം ഞങ്ങളുടെ സുരക്ഷിതമായ സങ്കേതം, അങ്ങാകണം ഞങ്ങളുടെ പരമമായ സമ്പത്ത്, അങ്ങാകണം കർത്താവെ ഞങ്ങളുടെ വിശ്വസ്ത ഉപദേഷ്ടാവ്.
കുലുങ്ങിപ്പോകാതെ നിർഭയമായി വസിച്ച് സന്തോഷത്തോടെ ഇവിടുന്ന് പോകുവാൻ, സന്തോഷത്തിൻ്റെ പരിപൂർണതയിൽ ഇവിടുന്ന് പോകുവാൻ. കർത്താവേ, ഈ ലോകം തരുന്ന സന്തോഷമല്ല, നിത്യമായ സന്തോഷം കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും നിറച്ച് ഇവിടുന്ന് മടക്കി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യാശ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവിലുള്ള സന്തോഷം, അതിലുള്ള രക്ഷാ നിർണയം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. മുഴുവനായി 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 അടിയങ്ങൾ നിന്റെ പാദപീഠത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സമർപ്പണം അങ്ങേക്ക് സ്വീകാര്യമാകണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.